അധ്യായം 4. ആദം തൻ്റെ ഭാര്യയായ ഹൗവായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപര്യം വച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായേനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹുയായേലും ജനിച്ചു. മെഹുയായേലിന് മെഥൂശായേലും മെഥൂശായേലിന് ലാമക്കും ജനിച്ചു. ലാമക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവന്റെ സഹോദരന്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായിക്കും ഒരു പുത്രനുണ്ടായി, തൂബൽ കയീൻ. ചെമ്പുപണിക്കാരുടെയും ഇരുമ്പുപണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തൂബൽ കയീന് നാമ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായേ, സില്ലായേ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിന്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ചൊരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൻ കൊന്ന ആബേലിനു പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്നവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിലാണ് കായേനും ആബേലും ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്.
കായേനും ആബേലും ബലിയർപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള സംഭവമാണ്. എന്നാൽ അതിനകത്ത് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്, അത് ഒഴിവാക്കണം. ഒന്നാമത്തേത് അതാണ്. ചില തെറ്റിദ്ധാരണകൾ ആ വിഷയത്തിൽ നമുക്കുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കുന്നത് ആബേല് വളരെ നല്ല വസ്തുക്കൾ ബലിയർപ്പിച്ചു, കായേൻ വാടിയതും കരിഞ്ഞതും കൊള്ളാത്തതും പുഴുക്കുത്തേറ്റതും അങ്ങനെ കൊള്ളരുതാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ബലിയർപ്പിച്ചു എന്നാണ് നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളത്. പക്ഷെ ബൈബിളിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ബൈബിള് പറയാത്ത അനേകം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അങ്ങനൊരു വാചകം ബൈബിളിലില്ല. ഉണ്ടോ? അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ റോഡിന്റെ നടുക്കൂടെ നടന്നാലും എന്നെ ഒന്നും വണ്ടി ഇടിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നാൽ ആ വിശ്വാസം അവനെ രക്ഷിക്കുമോ? രക്ഷിക്കില്ല, അവൻ ചത്തുപോകും, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അങ്ങനെയല്ല, അങ്ങനെ ഒരു വാചകമില്ല. അങ്ങനെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെറ്റിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇത്. അതായത് കായേൻ കൊള്ളരുതാത്ത സാധനങ്ങൾ, ബൈബിളിൽ അങ്ങനെ ഇല്ല. ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. കൊള്ളരുതാത്തത് കൊടുത്തൊന്നൊന്നുമില്ല. കായേൻ അവന്റെ കാർഷിക വിളവുകളിൽ അവന് കിട്ടിയതിന്റെ ഒരംശം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കായേന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവുകയാണ്, ദൈവമേ എന്താണിത്? ദൈവം ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പാവപ്പെട്ട കായേൻ അർപ്പിച്ച ബലി നീ പ്രസാദിക്കാഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അതിന് ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട്. ബൈബിളിലെ ചോദ്യങ്ങൾക്ക് ബൈബിളിലെ തന്നെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതായത് എല്ലാ ചോദ്യത്തിനും ബൈബിളിൽ ഉത്തരവുണ്ട്. ബൈബിളിൽ പറയുന്ന പ്രശ്നങ്ങൾക്ക് ബൈബിള് തന്നെ ഉത്തരം പറയുന്നു. അപ്പൊ അങ്ങനെ ഒരാളുടെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അനേകം വചനങ്ങളുണ്ട്. ഒരു വചനം ഞാൻ വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 27 വാക്യം. സുഭാഷിതങ്ങൾ 21:27 കായേന്റെ ബലി സ്വീകരിക്കപ്പെടാതിരുന്നതിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇതൊരുപക്ഷെ ഇതാവണം കാരണം. സുഭാഷിതങ്ങൾ 21:27 ബൈബിളുള്ളവർ വായിച്ച്, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ശ്രദ്ധിച്ചേ, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. അതായത് ദുഷ്ടൻ ദൈവപ്രകാരം ദൈവസമക്ഷം ദൈവഭക്തനായി ജീവിക്കാത്ത ഒരാള്, ഹൃദയത്തിൽ ദുഷ്ടതയുള്ള ഒരാള്. ഈ വചനം കായേന് ആപ്ലിക്കബിൾ ആണെന്ന് കായേനിൽ നമുക്ക് ആരോപിക്കാമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, കായേന്റെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചന ബൈബിളിലുണ്ട്. കായേൻ ആബേലിനോട് അസൂയ തോന്നുകയാണ്. അസൂയ ഒരു ദുഷ്ട സ്വഭാവമാണ്. അപ്പൊ അവന്റെ ഹൃദയത്തിൽ ഈ അസൂയ ഉണ്ട്, അസൂയയുടെ വേരുള്ളത് കൊണ്ടാണ് ഒരു സാഹചര്യം വന്നപ്പോൾ അത് പുറത്തു വന്നത്. അപ്പോൾ അസൂയ അവന്റെ ഹൃദയത്തിലുണ്ട്, ദുഷ്ടതയുണ്ട്. അതുപോലെ തന്നെ കായേന് ജന്മം കൊടുക്കുന്ന സമയത്ത് ഹവ്വ അവന് കായേൻ എന്ന പേരിടുന്നതിന്റെ കാരണം, അവൾ പറയാണ്, ഞാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ഞാനും ഒരു മകനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഐ ഹാവ് ക്രിയേറ്റഡ് എന്നാ പറയുന്നു, ഞാൻ ഒരാളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈഡാണ്, അഹങ്കാരമാണ്. അപ്പൊ അഹങ്കാരം അമ്മയ്ക്ക് വന്നു ഇവൻ ജനിച്ചപ്പോ. അപ്പൊ ഈ അമ്മയ്ക്ക് വന്ന അഹങ്കാരം സ്വാഭാവികമായും മകനിലേക്ക് പകരപ്പെടും. അഹങ്കാരത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് അസൂയ. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഉച്ച കഴിഞ്ഞ് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഇത്, പക്ഷെ ശ്രദ്ധിച്ചാൽ ഇത് നല്ല ആഴമുള്ള കാര്യങ്ങളാണ്. അതായത് അഹങ്കാരത്തിൽ നിന്നാണ് അസൂയ വരുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇപ്പോ വിൽസൺ അച്ഛൻ നന്നായിട്ട് ബലിയർപ്പിക്കുന്നു, ഞാൻ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് അസൂയ വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അസൂയ വരുന്നത് ഞാൻ മറ്റൊരാളെക്കാൾ കേമനാണെന്ന വിചാരത്തിൽ നിന്നാണ് അസൂയ വരുന്നത്. അസൂയ വരുന്നത് അപ്പോ ഏതിൽ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്ന്. അപ്പോൾ അഹങ്കാരം, അമ്മയ്ക്കൊരു അഹങ്കാരം വന്നു ഈ കൊച്ചിന് ജന്മം കൊടുത്തപ്പോ. അതായത് നിങ്ങൾ ഓർക്കണം, ഇന്ന് മക്കള് ജന്മമെടുക്കുന്ന വിധത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ജന്മം എടുത്ത ആളാണ് കായേൻ. അപ്പൊ അമ്മച്ചിക്ക് ഇത്തിരി അഹങ്കാരം വന്നില്ലേലേ ഉള്ളൂ അത്ഭുതം. കാരണം അങ്ങനെ മുമ്പ് പിള്ളേര് ജനിച്ചിട്ടില്ല. ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണ്.
ആദത്തെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആദാമിന്റെ വാരിയലിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. അസ്വാഭാവിക ജനനമാണ് രണ്ടും. എന്നാൽ സ്വാഭാവിക ജനനം ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് ഇവിടാണ്. അപ്പൊ അതുകൊണ്ട് ഹവ്വ അമ്മച്ചിക്ക് ഒരല്പം അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഐ ഹാവ് ക്രിയേറ്റഡ്, ഞാൻ ഒരാളെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ അമ്മച്ചി എപ്പോഴും അഹങ്കാരം പറയായിരിക്കും. കൂടെ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പറയും, എടാ ഞാൻ നിന്നെ സൃഷ്ടിച്ചതാണ്. കായനോട് പറയും. കായൻ അനുസരിക്കാത്തപ്പോ, വെള്ളം കോരി കൊടുക്കാത്തപ്പോ, അമ്മ പറഞ്ഞനുസരിച്ച് കടയിൽ പോകാത്തപ്പോ കായനോട് ഹവ്വാമ്മ പറയുമായിരിക്കും, എന്താണ്, ഞാൻ നിന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, നീ അത് ഓർത്തോണം. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്ന് അമ്മ പറയുന്ന ഈ പ്രൈഡ് ഉണ്ടല്ലോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയ്ക്ക് ഇതുണ്ടെങ്കിൽ മകനിലേക്ക് മകളിലേക്ക് ഇത് വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അമ്മയ്ക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ അത് വരും. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഉദാഹരണത്തിന്, കുടുംബത്തിൽ ദൈവം ഒരു സ്വാഭാവിക ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭർത്താവ്, ഭാര്യ, മക്കൾ, അതാണ് ആ ക്രമം. ദൈവം സ്ഥാപിച്ച ഒരു ക്രമം അതാണ്. ഭർത്താവ്, ഭാര്യ, മക്കൾ. അപ്പോ ഒരു വീട്ടിൽ ഭാര്യ കയറി ഭർത്താവായാൽ ഈ ക്രമം തെറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയുള്ള വീടുകളുണ്ടാവും. ഒത്തിരി ഇല്ല, ചില വീടുകളുണ്ട്. ചില വീട്ടിൽ ഭാര്യയാണ് ഭർത്താവ്. നിങ്ങൾ ആ വീടിനെ ശ്രദ്ധിച്ചാൽ മതി, അതൊരു തകർന്ന വീടായിരിക്കും. ഇതിന് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. അതായത് ഭാര്യ കയറി ഭർത്താവാവുന്ന വീട്ടിൽ, ഭർത്താവ് ഭാര്യയാൽ ഭരിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരു വീട്ടിൽ തകർച്ച നിശ്ചയമായിട്ടുണ്ട്. കാരണം ദൈവം സ്ഥാപിച്ച ഒരു ക്രമത്തെ ഈ സ്ത്രീ തകിടം മറിച്ചിരിക്കുകയാണ്. അവരിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ വെളിപാട് പുസ്തകം വിളിക്കുന്ന പേരാണ് ജസബൽ സ്പിരിറ്റ്. ആണിനെ നിയന്ത്രിക്കുന്ന പെണ്ണ്, ആ പെണ്ണിൽ പ്രവർത്തിക്കുന്ന അരൂപിയുടെ പേരാണ് ജസബൽ അരൂപി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ത്യകാലഘട്ടങ്ങളിൽ ഈ ജസബൽ സ്പിരിറ്റ് പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചനമുണ്ട്. അതായത് ആണിന്റെ മേൽ നിയന്ത്രണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നാ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ദൈവം സ്ഥാപിച്ച ക്രമം ഇതാണ്: ഭർത്താവ്, ഭാര്യ, മക്കൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ഭാര്യ ഭർത്താവിന്റെ സ്ഥാനം എടുത്താൽ അവിടെ സംഭവിക്കുന്നത് വിധേയത്വം എന്ന് പറയുന്ന ഒരു പുണ്യം ആ വീട്ടിൽ മക്കൾ കാണുന്നില്ല. എന്താണ്? ഭർത്താവിനെ അനുസരിക്കേണ്ട ഭാര്യ ആ വിധേയത്വ സ്വഭാവം പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ മക്കള് ഇത് കാണുന്നില്ല. സ്വാഭാവികമായിട്ടും മക്കളിൽ ഈ വിധേയത്വം ഉണ്ടാവില്ല. അവരെന്ത് കാര്യത്തിനും അപ്പനോടും അമ്മയോടും തറുതല പറയാൻ തുടങ്ങും. കാരണം ഇതാണ് കഴിഞ്ഞ ജനറേഷനിൽ അവർ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സ്പിരിറ്റ് അടുത്ത തലമുറയിൽ ആവർത്തിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിധേയത്വമില്ലാത്ത ഭാര്യയുള്ള വീട്ടിൽ അനുസരണശീലമില്ലാത്ത മക്കളുണ്ടാവും, അത് ഉറപ്പാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ്, അനന്ത കോടി ഉദാഹരണങ്ങൾ ഇതിന് ഇഷ്ടം പോലെ ചരിത്രത്തിലുമുണ്ട്, ആത്മീയ ജീവിതത്തിലുമുണ്ട്, നമ്മൾ കണ്ടുമുട്ടുന്ന ജീവിതങ്ങളിലുമുണ്ട്. ഭർത്താവിന് ഭാര്യ വിധേയപ്പെടണം. ഇത് ദൈവം സ്ഥാപിച്ചൊരു ക്രമമാണ്. ഇത് ബൈബിളിൽ ഈശോ മിശിഹായുടെ വീട്ടിൽ നമ്മൾ കാണുന്ന ക്രമമാണ്. ഉദാഹരണത്തിന്, പരിശുദ്ധ അമ്മയ്ക്കാണോ യൗസേപ്പ് പിതാവിനാണോ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത്? നിങ്ങൾ പറഞ്ഞേ, എന്നാ തോന്നുന്നു? പരിശുദ്ധ അമ്മയ്ക്കാണോ യൗസേപ്പിനാണോ ദൈവപിതാവുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത്? പരിശുദ്ധ അമ്മയ്ക്കാണ്, ഒരു സംശയമില്ല. കാരണം ഈ ദൈവത്തെ പ്രസവിച്ച സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ യേശുവിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട, ജനനവുമായി ബന്ധപ്പെട്ടതും വളർച്ചയുമായി ബന്ധപ്പെട്ടതുമായ ഒറ്റ അറിയിപ്പ് മാത്രമാണ് മറിയത്തിന് സ്വർഗം കൊടുക്കുന്നത്. ബാക്കി എല്ലാ അറിയിപ്പുകളും കിട്ടുന്നത് യൗസേപ്പിനാണ്. ബാക്കി ദൈവം ഗൈഡ് ചെയ്യുന്നത് മുഴുവൻ ജോസഫിനോട് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ടേക്ക് യുവർ ചൈൽഡ് ആൻഡ് ലീവ് ടു ഈജിപ്റ്റ്. കൊച്ചിനെ എടുക്ക്, ഈജിപ്തിലേക്ക് പോവുക. ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ജോസഫേ, നിന്റെ മകന് നീ യേശുവെന്ന് പേരിടണം. ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇതാ നീ പുറത്തേക്ക് വന്നോളുക. ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ നസറത്തിൽ ചെന്ന് താമസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്കാണ് ദൈവത്തോട് കൂടുതൽ ബന്ധം. പക്ഷേ എല്ലാ അരുളപ്പാടുകളും കിട്ടുന്നത് യൗസേപ്പിനാണ്. കാരണം ദൈവം സ്ഥാപിച്ച ഒരു ക്രമത്തെ ദൈവം അട്ടിമറിക്കില്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം സ്ഥാപിച്ച ഒരു ക്രമത്തെ ദൈവം ഒരിക്കലും അട്ടിമറിക്കില്ല. ഉദാഹരണത്തിന്, കത്തോലിക്ക സഭയിൽ മെത്രാന്മാർ
വൈദികർ, ഡീക്കന്മാർ, ഷമ്മാശന്മാർ, അങ്ങനെ ക്രമമുണ്ട്. കർത്താവ് ഈ കാലഘട്ടത്തിൽ ആർക്ക് എത്ര വലിയ അഭിഷേകം കൊടുത്താലും, മരിച്ച ആളെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം കൊടുത്താലും കർത്താവ് ആ വ്യക്തിയോട് പറയില്ല, നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് ഇത്ര അഭിഷേകം ഉണ്ടല്ലോ, പോയി 10 പേർക്ക് പട്ടം കൊടുക്കാൻ പറയില്ല. ദൈവം സ്ഥാപിച്ചൊരു ക്രമത്തെ ദൈവം ഒരിക്കലും അട്ടിമറിക്കില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബനാഥന്മാര് പലപ്പോഴും അത്ര നല്ലതാവണമെന്നൊന്നുമില്ല. പക്ഷേ വിധേയത്വമുള്ള ഒരു ഭാര്യ, അനുസരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് തലമുറകളിലേക്ക് വലിയ അഭിഷേകം കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അഹങ്കാരം, ഹവ്വായിൽ ഉണ്ടായിരുന്ന ഒരു അഹങ്കാരം, ആ അഹങ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വായിൽ ഉണ്ടായിരുന്ന അഹങ്കാരം അസൂയായിട്ട് കായേനിലേക്ക് പകർത്തപ്പെട്ടു. അല്ലാതെ അത് വരാൻ വേറെ ഒരു വഴിയില്ല. ദൈവം സൃഷ്ടിച്ച ഈ ആദ്യ മനുഷ്യന്റെ ആദ്യ കുടുംബത്തിൽ അല്ലാതെ ഈ അസൂയ കയറി വരാൻ വേറെ വഴിയൊന്നുമില്ല. അതിന്റെ റൂട്ട് ഇതാണ്. അമ്മച്ചിക്കുണ്ടായിരുന്ന അഹങ്കാരം മോന് അസൂയായിട്ട് മാറി, അവന് അഹങ്കാരമായിട്ട് മാറി. ആ അഹങ്കാരത്തിൽ നിന്ന് അസൂയ ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? കൂടപ്പറപ്പാണ്, രക്തബന്ധമാണ്, ഒരമ്മ പറ്റ മക്കളാണ്. അവൻ വളരുമ്പോ ഇവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അവന് വളർച്ച ഉണ്ടാവുമ്പോ ഇവൻ അഭിമാനമല്ലേ തോന്നേണ്ടത്? അവൻ വളരുമ്പോ ഇവൻ ദൈവത്തിന് നന്ദി പറയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇവൻ അസൂയ പൂണ്ടവനായി അവനെ കൊല ചെയ്യുകയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. അങ്ങനെ ആദ്യ കുടുംബത്തിൽ വലിയൊരു തകർച്ച ഉണ്ടാവുകയാണ്. അപ്പൊ ഇവന്റെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അതാണ് 21-ാം സുഭാഷിതങ്ങളുടെ പുസ്തകം 21-27 നമ്മൾ വായിച്ചത്. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. ഇപ്പൊ നമ്മള് എല്ലാ ദുഷ്ടതകളും ചെയ്തിട്ട്, ഇപ്പൊ നല്ല കടുത്ത അസൂയയിൽ ജീവിച്ചിട്ട്, ഭയങ്കര അഹങ്കാരത്തിൽ ജീവിച്ചിട്ട്, അക്രമം കാണിച്ചിട്ട്, വെറുപ്പിൽ ജീവിച്ചിട്ട്, നമ്മൾ നല്ല സാരി ഉടുത്ത്, നല്ല മുണ്ടും ഷർട്ടും ഇട്ട് പള്ളി വന്ന് കുർബാനയ്ക്ക് നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലൊന്നും ആ ബലി സ്വീകരിക്കപ്പെടത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മള് ദുഷ്ടത ചെയ്തിട്ട്, ദുഷ്കർമ്മം ചെയ്തിട്ട്, അനുതാപം ഇല്ലാതെ ഏറ്റുപറയാതെ ദേവാലയത്തിൽ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവില്ല. അവിടെ നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത. ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചവരെല്ലാം കൈവയ്ക്കേ. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയാണെ പറഞ്ഞ് ഇന്നെന്താ വായിച്ചത്? ബൈബിള് വിശുദ്ധ കുർബാനയ്ക്ക് എന്താ വായിച്ചത്? എന്താ വായിച്ചേ? അതായത് വെളിയിൽ നിന്ന് വരുന്ന ഒന്നുമല്ല ഒരുത്തനെ അശുദ്ധനാക്കുന്നത്. എല്ലാ ദുഷ്ടതയും വരുന്നത് എവിടെ നിന്നാണ്? ഒരാളുടെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം നോക്കുന്നത് നിന്റെ പാന്റും ഷർട്ടും അല്ല. ദൈവം നോക്കുന്നത് നിന്റെ സാരിയല്ല, സാരിയുടെ വിലയല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ മേക്കപ്പ് അല്ല, നമ്മൾ വന്ന വണ്ടിയല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഒരാള് ദേവാലയത്തിൽ നിൽക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചു. എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം ദേവാലയത്തിനകത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു സഹോദരൻ, ഒരു ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു, നമ്മുടെ വെളിയിലുള്ള സ്റ്റേജിൽ. ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ കണ്ടു, ഈ മനുഷ്യൻ പരിശുദ്ധ കുർബാനയ്ക്ക് അതേ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഭക്തിയോടെ നിൽക്കുകയാണ്. എന്നാൽ ഞാൻ കണ്ടു ദേവാലയത്തിനകത്ത് നിൽക്കുന്ന പലരും അലക്ഷ്യമായിട്ട് നിന്നിട്ട് ഞാൻ വരുമ്പോൾ സ്തുതിയായിരിക്കട്ടെ അച്ചോ എന്ന് വെളിയിലോട്ട് സ്തുതിയൊക്കെ വിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ ഏത് പൊന്ന് രാജാവ് വന്നാലും സ്തുതി പറയേണ്ട കാര്യമില്ല. സ്തുതി പറഞ്ഞേ ഹല്ലേലൂയാ. സ്തുതി ഇവിടെ പറഞ്ഞാൽ മതി. ഇവിടെ സ്തുതി അൾത്താരയ്ക്ക് കൊടുത്താൽ മതി, കർത്താവിന് കൊടുത്താൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത്, ദൈവമേ, സ്റ്റേജിൽ നിൽക്കുന്ന ചേട്ടൻ പരിശുദ്ധ കുർബാനയിൽ ഹൃദയം കൊണ്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അകത്ത് നിൽക്കുന്ന പലരും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ വെളിയിൽ നിൽക്കുന്നു. അകത്താ നിൽക്കുന്നത്, പക്ഷെ വെളിയിലാ നിൽപ്പ്. സ്തുതി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം നോക്കുന്നത് നമ്മൾ എവിടെ നിന്നെന്നോ, നമ്മൾ ഏത് പാൻറിട്ട് വന്നെന്നോ, നമ്മൾ ഏത് വണ്ടിയെ വന്നെന്നോ, നമ്മൾ വന്നപ്പോൾ എത്ര വില കൂടിയ ഷർട്ടും പാൻറ് കണ്ടിട്ട്, ദൈവം ഇതൊന്നും അല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അങ്ങനെ ഹൃദയം നോക്കിയപ്പോ കായേന്റെ ഹൃദയത്തിൽ ദൈവം നല്ലത് കാണാനിടയായില്ല. ദുഷ്ടത കിടക്കാണ് അവന്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ കൊണ്ടുവന്നത് എനിക്ക് വേണ്ട,
നല്ല സാധനമായിരിക്കും കൊണ്ടുവന്നത്. നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇവൻ വാടിയതും പഴുത്തതും അഴുകിയതും ഒന്നും കൊണ്ടുവന്നല്ല, നല്ല സാധനം കൊണ്ടുവന്നത്. നല്ല സാധനം കൊണ്ടുവന്നേന്ന് കർത്താവ് പറഞ്ഞു, പൊന്നുമോനെ കൈ ഇരിക്കട്ടെന്ന് പറഞ്ഞു. എന്റെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പുറത്തൊരു പാവം കൊച്ച്, അവന് ആടിന്റെ മേധസ്സും കൊഴുപ്പും നല്ല ഭാഗമൊക്കെ, അത് നല്ലതാ, എടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു അതെങ്ങി തരാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ബൈബിളിന്റെ ആദ്യ പുറങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നീ കൊണ്ടുവരുന്നതല്ല ദൈവം നോക്കുന്നത്, കൊണ്ടുവന്നവന്റെ ചങ്കാണ് ദൈവം നോക്കുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എന്താണ് കൊണ്ടുവന്നതല്ല ദൈവം നോക്കുന്നത്, നീ കൊണ്ടുവന്നവന്റെ ഹൃദയം ദൈവം അത് നോക്കുക. അപ്പൊ കർത്താവ് പറയാണ്, അങ്ങനെ ദൈവം പ്രസാദിച്ചില്ല, ഈ ബലിയിൽ പ്രസാദിച്ചില്ല. അപ്പൊ പ്രസാദിക്കാതിരുന്നപ്പോ ഇവന്റെ അകത്ത് കിടന്ന എന്താണ് ആദ്യത്തെ ഇമോഷൻ? എന്താണ്? ഇവിടാണ് നിങ്ങള് അഹങ്കാരം. അമ്മച്ചിന്ന് കിട്ടിയ എന്താ? അഹങ്കാരം. അപ്പൊ അഹങ്കാരം വരുമ്പോഴാണ് കമ്പയർ ചെയ്യുന്നത്. അവന്റെ സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചില്ല. കമ്പാരിസൺ, താരതമ്യപ്പെടുത്തൽ വരുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്. അഹങ്കാരം ഇല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അവൻ നന്നായിട്ട് ചെയ്തു, വെരി ഗുഡ്, ഹല്ലേലൂയ, അതല്ലേ ചെയ്യണ്ടേ. അതിന് പകരം അവൻ്റേത് സ്വീകരിച്ചു, അവനെ ശ്രദ്ധിച്ചു, അവനെ മൈൻഡ് ചെയ്തു, അവന് 5 ലക്ഷം കൊടുത്തു, ആകെ വിഷയായി. ഇത് വരുന്ന എവിടെ നിന്നറിയാമോ? അഹങ്കാരം അല്ലേ? പക്ഷെ കാണുമ്പോഴോ ഇങ്ങനെ കുമ്പിടുന്നേ പക്ഷെ ഭയങ്കര അഹങ്കാരിയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ചങ്കാണ് കർത്താവ് നോക്ക്, ചങ്ക്, നിന്റെ ആക്ഷൻ അല്ല, ഹൃദയം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ അതുകൊണ്ട് കായന്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചില്ല. പ്രസാദിക്കാത്തതിന് കാരണമാണ് സുഭാഷിതങ്ങൾ 21:27, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ കാരണം അവിടെ പറയുന്നത് ദുരുദ്ദേശത്തോടാണ് സമർപ്പിച്ചത്. അതായത് ഇത് കൊടുത്തതിന്റെ ഉദ്ദേശം വേറെയാണ്. കൊടുത്തതിന്റെ ഉദ്ദേശം പരമപരിശുദ്ധനായ ദൈവത്തെ മാനിച്ചതല്ല, വേറെന്തോ ആണ്. അങ്ങനെയില്ല, അങ്ങനെ കൊടുക്കുന്നവരില്ലേ? അതായത് കൊടുക്കുമ്പോ 10 പേരറിയണം, നമ്മൾ കൊടുത്തെന്ന് 10 പേരറിയണം, എഴുതി വെക്കണം, ഇവിടെ ഇന്ന ആളാണ് കൊടുത്തത്, അല്ലെങ്കിൽ വലിയ വിഷയാവും, വലിയ അടിയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തതിന്റെ ഉദ്ദേശം വേറെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു 50 ലക്ഷം രൂപ ഒരാള് ഒരു കാര്യത്തിന് കൊടുത്തെന്ന് വെച്ചോ, 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ കൊടുത്ത ആള് കൊടുത്തു എത്രയാണ്? 50 ലക്ഷം കൊടുത്തു. അരക്കോടി കൊടുത്താലും ഈ ആളുടെ ഉദ്ദേശം ഈ ആളെ 10 പേരറിയുക, ആ ആള് വലിയ ആളാണെന്ന് പറയുകയാണെന്നാണെങ്കിൽ ഈ 50 ലക്ഷവും വട്ടപൂജ്യത്തിന്റെ വില പോലും ഇല്ല. ദൈവത്തിന്റെ മുമ്പിൽ അതിനൊരു വിലയില്ല. അപ്പൊ ഇവൻ 50 ലക്ഷം വെറുതെ എന്തോരം എത്തപ്പോഴും വാങ്ങിച്ചതിനായിരുന്നു. ഇവൻ വെറുതെ 50 ലക്ഷം കൊണ്ട് കളഞ്ഞില്ലേ? ഇല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദുരുദ്ദേശത്തോടെ സമർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ 5 രൂപയാണ് കൊടുക്കുന്നതെങ്കിലും, ഞാൻ എല്ലാ ആദ്യ ശനിയാഴ്ചയും പട്ടം കത്തീഡ്രൽ, ഇന്ന് ആദ്യ ശനിയാണ്, പട്ടം കത്തീഡ്രൽ ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി ഒരു പേപ്പറിനകത്ത് പ്രാർത്ഥനാ നിയോഗം എഴുതിക്കൊണ്ടുവന്ന് അതിനകത്ത് 20 രൂപ വെച്ചിരിക്കും. 20 രൂപയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രാർത്ഥനാ നിയോഗം എഴുതിക്കൊണ്ടുവന്നിട്ട് 20 രൂപ വെച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലമായിട്ട് ഈ 20 രൂപ എല്ലാ ആദ്യ ശനിയാഴ്ച എനിക്ക് കിട്ടുന്നത് 20 രൂപ. പക്ഷെ ആ 20 രൂപയ്ക്ക് 20 കോടിയേക്കാളും വിലയുണ്ട് കർത്താവിന്റെ സന്നിധി. കാരണം അവരുടെ അതേ ഉള്ളൂ. അവര് പ്രാർത്ഥനാ നിയോഗം തരുമ്പോൾ എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ പൈസ അങ്ങനെ പ്രാർത്ഥനാ നിയോഗത്തിന് അങ്ങനെ ആരും പൈസ വാങ്ങിക്കാറുമില്ല. എന്നാൽ ഈ അമ്മ തരുന്ന 20 ഞാൻ വാങ്ങിക്കും. കാരണം ആ 20-ന് 20 കോടിയുടെ വിലയുണ്ട്. 20 ഉള്ളൂ അവരുടെ. വണ്ടിക്കൂലി ഉണ്ടോന്ന് തന്നെ ചോദിച്ചാൽ അറിയാം, ചിലപ്പോൾ കാണത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരുദ്ദേശത്തോടല്ല. അപ്പൊ ഈ 20 രൂപ ഈ അമ്മ കൊണ്ട് തരുന്നതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, കർത്താവേ, അതായത് കുർബാന ചൊല്ലിക്കാൻ, കുർബാന നിയോഗം എന്ന അർത്ഥത്തിലാവണം തരുന്നത്. അത് കർത്താവേ, എനിക്ക് എന്റെ തരാൻ ഇതേ ഉള്ളൂ, ദൈവമേ, എന്റെ എളിയ ഈ വിധവയുടെ കാണിക്ക പോലെ ആ അമ്മ അത് സമർപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ദുരുദ്ദേശത്തോടെ ചെയ്യരുത്. ഇപ്പൊ ഉദാഹരണത്തിന്, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം പോലെ അവസരം വരും. സാധിക്കുന്നിടത്തോളം കർത്താവ് 3 കാര്യത്തെക്കുറിച്ച് ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
കഴിയുന്നിടത്തോളം ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണ്? ഒന്നാമത്തേത്, നീ ഉപവസിക്കുമ്പോൾ ആരോടും പറയരുത്. ഉപവസിക്കുന്ന സമയത്ത്, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്യാവശ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ, അങ്ങനെയുള്ള ഇപ്പം ഭക്ഷണം വെച്ച് തരുന്ന ആളോട് ഭക്ഷണം വേണ്ടാന്ന് പറയണ്ടേ? അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാതെ കർത്താവ് പറയാണ് നീ ഉപവസിക്കുമ്പോൾ ആരോടും പറയരുത്. 2, കർത്താവ് പറയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാഹളം മുഴക്കി പ്രാർത്ഥിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന വേറെയാണ്, പ്രാർത്ഥിക്കുന്നത് വേറെ. അത് ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന സമയമാകുമ്പോഴേക്കും നേരത്തെ കയറി, ഉദാഹരണം പറഞ്ഞാൽ ആളുകളെല്ലാം വരുന്ന സമയം എങ്ങോട്ട് വഴിയിലോട്ട് നോക്കിയിട്ട് 5-6 വണ്ടി വരുന്നുണ്ട്, എന്നാ മുട്ടുകുത്തി കൈവിരിച്ച് നിന്നുകളെ, അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യർ വരുന്ന അല്ലാത്ത സമയത്തൊന്നും പ്രാർത്ഥിക്കത്തില്ല. എല്ലാ സമയത്ത് പള്ളിയുടെ 7 അയലത്ത് കാണത്തില്ല. മനുഷ്യർ വരുന്നുണ്ട്, എന്നാ ക്യാമറ എടുക്കുന്നുണ്ട്, എന്നാ കൈവിരിച്ച് നിന്നുകളയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ് നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്. 3-ാമത്തേത് കർത്താവ് പറയുന്നത്, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ കൊട്ടിഘോഷിക്കരുത്. എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ ആരും അറിയാതെ കൊടുക്കണം. ഞാനൊരു ഇടവകയെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വടക്കാണ്, അവിടെ ആളുകൾ അച്ഛന്മാർക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് ഇത്തിരി കാശൊക്കെ കൊണ്ട് തരുമായിരുന്നു. ഇവിടെ തരത്തില്ലെന്നല്ല, ഇവിടെയും തരും. പക്ഷേ അവിടെ ഈ ആളുകൾ അവർ സ്നേഹം കൂടുമ്പോൾ ഇത്തിരി പൈസ കൊണ്ടു തരും. ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, കാശ് കൊണ്ട് തരുന്നവരെല്ലാം ഒരു 500 പേരുടെ മുമ്പിൽ വെച്ചാണ് ഇത് തരുന്നത്. നമുക്ക് ആകെ കൂടെ മിച്ചമുള്ളത് മാനാഭിമാനം കൂടെ ഉള്ളിനി, ബാക്കിയെല്ലാം പോയി. ജീവിതത്തിൽ ഇനി ആകെ കൂടി മിച്ചമുള്ളത് ഇതാ, മാനാഭിമാനം, അതുകൂടെ ഉള്ളിനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൂടെ നശിപ്പിക്കുക. അതായത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ എല്ലാ സഭയിലും പെട്ട ആളുകളുണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ഇവൻ ഓടി വന്നിട്ട് എന്തോ വലിയ കാര്യം സാധിക്കുന്നവനെ പോലെ കൊണ്ടുവന്ന് ഒരു കവർ കൊണ്ടുവന്ന്, അതിനകത്ത് 25 രൂപയായിരിക്കും, അത് കൊണ്ടുവന്ന് 25,000 തരുന്ന ബഹുമാനത്തോടെ കൊണ്ടുവന്ന് തരും. ഞാനൊരു ദിവസം പള്ളിയിൽ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, എനിക്കിത് വേണ്ട. എന്നെ നാണം കെടുത്തുന്നതിലും ഭേദം നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ, അല്ലെ ദൈവ ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നിങ്ങൾ ചെവി അറിയാതെ തരണം. അല്ലാതെ 1000 പേരുടെ മുമ്പിൽ അച്ഛനെ നാണം കെടുത്തിയിട്ട് നിങ്ങളുടെ 500 വേണ്ട വേണ്ട. അഭിമാനം ഉണ്ടല്ലോ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് പറയാണ്, ഇന്ന് അനേക ആളുകൾ അങ്ങനെയുണ്ട്. അതായത് കൊടുക്കുന്നതെല്ലാം കുട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. കർത്താവ് പറയുകയാണ്, ഇതൊക്കെ ദുരുദ്ദേശമാണ്. എന്താണ് ഇവൻ കൊടുത്തതിൻ്റെ ഉദ്ദേശം? എന്താണ് ഇവൻ കൊടുത്തതിൻ്റെ ഉദ്ദേശം? ഞാനാണ് അച്ഛനെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയണം, അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. ചില ആളുകൾ, പ്രിയപ്പെട്ട സഹോദരൻ, പള്ളിയിൽ ഓരോ കാര്യം ചെയ്യുന്നവർ, ഞാൻ പറയും ചെയ്തില്ലേലും വേണ്ടില്ല, ചെയ്തില്ലേലും വേണ്ടില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ലെന്ന് എന്തിനാ സങ്കടപ്പെടുന്നത്? കുഴപ്പമില്ലെന്ന്. പക്ഷെ നീ 100 കൊടുത്തിട്ട് 5000ന്റെ വെയിറ്റും കൊണ്ട് നടക്കരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറയാത്തെ മറ്റേ പറഞ്ഞപ്പോ കർത്താവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ഭയങ്കരമായിരുന്നല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദുരുദ്ദേശത്തോടെ കൊടുത്തു. അപ്പോ ഞാൻ വിചാരിക്കുകയാണ് കായേൻ ചിലപ്പോ ഇത് കൊടുക്കുന്നതിന് ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കും. അതായത് ഞാനിങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കളയാം, ഞാൻ വലിയ ആളാണെന്ന് ആബേൽ വിചാരിക്കട്ടെ, ഞാൻ വലിയ ആളാണെന്ന് അപ്പനും അമ്മയും, അപ്പൊ അവരേ ഉള്ളൂ നാട്ടിൽ, അല്ലെങ്കിൽ വേറെ പെരുന്നാളിനുള്ള ആളില്ല ആ വീട്ടിൽ, ആകെ അത്രേ ഉള്ളൂ, മനുഷ്യരത്രയല്ലേ ഉള്ളൂന്ന്. അതുകൊണ്ട് ആളുകൾ വിചാരിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും വിചാരിക്കട്ടെ, ഓ ഞങ്ങൾ സൃഷ്ടിച്ച ഈ മകൻ വലിയ ആളാണ് എന്നൊക്കെ വിചാരിച്ച് കൊടുത്തായിരിക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ ഇരിക്കട്ടെ, നിന്റെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. കുറെ നാൾ കഴിയുമ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിന് എടുക്കാം, ശവപ്പെട്ടി വാങ്ങിക്കാൻ എടുക്കാം, അവിടെ ഇരിക്കട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ കണ്ണുനീരിനെ കുറിച്ച് പറയാനാ വന്നത്, അതൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് ഇത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരു ബലി, ഒരു കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ദുഷ്ടത വെച്ചുകൊണ്ട് ചെയ്താൽ അത് ദൈവം സ്വീകരിക്കുകയില്ല. 2, ദുരുദ്ദേശത്തോടെ ചെയ്താൽ ദൈവം അത് സ്വീകരിക്കും. കായേനും ആബേലും ബലിയർപ്പിച്ചു. കർത്താവ് ആ ബലിയിൽ കായേന്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ ഭാരമുണ്ടായി, വിഷമമുണ്ടായി. അപ്പം അദ്ദേഹത്തിന്റെ ആ സങ്കടം, അദ്ദേഹത്തിന്റെ ഭാരം, ഹൃദയത്തിൽ നിറഞ്ഞ ആ ഭാരം അത് കോപമായിട്ട് മാറി. ഇപ്പൊ 3 കാര്യങ്ങളാണ്. എന്താണ്? 1 അഹങ്കാരം, 2 എന്ത് വന്നു? അസൂയ. അപ്പൊ അതിൽ നിന്ന് വരുന്നതാണ് കോപം വരികയാണ്.
ഭയങ്കരമായ കോപം വരികയാണ്. കാരണം അതെന്താണ്? ദൈവം എൻ്റെ ബലിയിൽ പ്രസാദിച്ചില്ല, ദൈവം കായേന്റെ ബലിയിൽ പ്രസാദിച്ചില്ല, ആബേലിന്റെ ബലിയിൽ ദൈവം ഇതാ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ കായേന് കോപം ഉണ്ടായപ്പോ കർത്താവ് കായേനെ വിളിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് തരികയാണ്. കായനോട് ദൈവം പറയാണ്, കായേൻ, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നീ കോപിച്ചിരിക്കുന്നത് എന്താണ്? നിന്റെ കോപത്തിന്റെ കാരണം എന്താണ്? അപ്പൊ ഇത് കായനോട് ദൈവം ചോദിക്കുമ്പോ കായൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ദൈവം പറയുകയാണ്, ഉചിതമായത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ? അപ്പൊ ഇതാണ് ദൈവം എന്തുകൊണ്ടാണ് കായന്റെ ബലി സ്വീകരിക്കാത്തത് എന്നതിന്റെ ഉൽപ്പത്തിയിലുള്ള ഒരു ഉദാഹരണം, ഒരു വ്യാഖ്യാനം ഇതാണ്. ഉചിതമായത് നീ ചെയ്തിട്ടില്ല, നീ ചെയ്തത് ഉചിതമല്ല. ഈ കാഴ്ച കൊണ്ടുവന്നു, അത് ശരിയാണ്, പക്ഷേ കാഴ്ച കൊണ്ടുവരേണ്ട യോഗ്യതയോടെയല്ല നീ കാഴ്ച കൊണ്ടുവന്നത്. നിന്റെ ഉദ്ദേശം വേറെയാണ്. ആബേലിന് വേറെ ഒരു ഉദ്ദേശവും. അപ്പൊ അതുകൊണ്ട് നീ ഉചിതമായത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ, സ്വീകാര്യനാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ദൈവം പറയുകയാണ്, കായൻ, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. ശ്രദ്ധിച്ചിരിക്കുക, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. പാപം നിന്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പാപം പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. ദൈവം പറയുകയാണ്, പാപത്തെ അതിജീവിക്കാൻ പാപമേ വരണ്ട, പാപമേ മാറി നിൽക്ക് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് കയറിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇരുട്ടെ നിന്നെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇരുട്ട് പോകത്തില്ല. ഇരുട്ട് പോകണമെങ്കിൽ ലൈറ്റ് കത്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം മാറണമെങ്കിൽ നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തെ അകത്തേക്ക് കൊണ്ടുവരണം. നല്ലത് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? നമ്മളെല്ലാം പറയുന്നത് എന്താണ്? പാപാസക്തി വരുന്നു, പാപം ചെയ്യാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരുന്നു, പാപചിന്ത വരുന്നു, പാപത്തിന് ഭയങ്കര ആഗ്രഹം വരുന്നു. ഈ ആഗ്രഹം വരുന്ന എവിടുന്ന? ശ്രദ്ധിച്ചിരിക്കും, ആഗ്രഹം വരുന്ന എവിടുന്ന? ഈ ആഗ്രഹം വരുന്നത് ചിന്തയിൽ നിന്നാണ്. പാപകരമായ ചിന്തകളിൽ നിന്നാണ് ഈ ആഗ്രഹം വരുന്നത്. ഈ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടായത്? ചിന്തകൾ ഉണ്ടായത് മുഴുവൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും തൊട്ടതും പിന്നെ അനുഭവിച്ചതും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതും, ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അനേക കാര്യങ്ങളിൽ നിന്നാണ് ഈ ചിന്ത വന്നത്. ചിന്ത വെറുതെ വരില്ല. ചിന്ത വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അനേകം കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ്. വായിച്ച പുസ്തകങ്ങൾ, കണ്ട ചിത്രങ്ങൾ, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ, സമ്പർക്കം ചെയ്ത സ്ഥലങ്ങൾ, ഇടപഴകിയ വ്യക്തികൾ, ഇവരിൽ നിന്നെല്ലാം കിട്ടിയ സാധനങ്ങളെല്ലാം തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇത് മാറാൻ എന്താ വഴി? മാറാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. മാറാൻ ഈ പുസ്തകം വായിച്ച് കാണാതെ പഠിക്കുക. വേറൊരു വഴിയില്ല. നല്ലത് നിറഞ്ഞാൽ കെട്ടത് പോവും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അല്ല, നല്ലത് നിറയാതെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ബൈൻഡ് യു എന്ന് പറഞ്ഞാൽ അതവിടെ തന്നെ നിൽക്കും. പോകത്തില്ലെന്ന്, വെറുതെ ചുമ്മാ ബഹളം വെക്കാന്നല്ലാതെ പോകത്തില്ലെന്ന് 100 വട്ടം പോകത്തില്ല. നല്ലത് നിറഞ്ഞാലേ കെട്ടത് പോവും. കെട്ടതാ മുഴുവൻ കിടക്കുന്നത്. TV-യിലൂടെ കിട്ടിയത്, മൊബൈലിലൂടെ കണ്ടത്, കൂട്ടുകാർ പറഞ്ഞത്, സ്കൂളിൽ നിന്ന് കിട്ടിയത് എല്ലാം തലയ്ക്കകത്ത് കിടക്കാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, അയ്യോ പാപം ചെയ്യാൻ പ്രലോഭം, കർത്താവ് എന്താ രക്ഷിക്കാത്ത, നീ എന്താ തീ ഇറങ്ങാത്തത്? തീ ഇറങ്ങാം, നീ ഇത് വായിക്കേ, തീ ഇറങ്ങും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ ഒന്നാമത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കണം. മനസ്സിന്റെ നവീകരണം വഴിയാണ് രൂപാന്തരം പ്രാപിക്കേണ്ടത്. രൂപാന്തരം വരണമെങ്കിൽ മനസ്സിന്റെ നവീകരണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാണ് ഈ മുഴുവൻ കിടക്കുന്ന സാധനങ്ങൾ. അസൂയ, വൈരാഗ്യം, വെറുപ്പ്, തോന്നിയാസങ്ങൾ മുഴുവൻ കിടക്കുന്നത് മനസ്സിലാണ്. മനസ്സിന്റെ നവീകരണം. അപ്പൊ കർത്താവ് പറയാണ്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പുസ്തകം ഇരുന്ന് വെറുതെ വായിക്കുക. ഇത് വായിച്ചാൽ മതി. വായിച്ചാൽ ഒത്തിരി പാപം വിട്ടുപോകും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വചനം കിടപ്പുണ്ട് 119-ാം സങ്കീർത്തനത്തിൽ. വചനം പറയുകയാണ്, യുവാവ് തന്റെ മാർഗം
എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും. 119 സങ്കീർത്തനം 9 വാക്യം. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. 11 വാക്യം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ നിരാശ വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായ ദുഃഖമുണ്ടെങ്കിൽ ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞാൽ അത് വിട്ടുപോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഏതാണ്ട് 53 അമ്മമാരുണ്ട്. ഇപ്പോ 53 അമ്മമാരുടെയും പ്രത്യേകത, 53 അമ്മമാർക്കും തങ്ങളുടെ ചെറുപ്പക്കാരായ മക്കളെ അവരുടെ നല്ല പ്രായത്തിൽ ആ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരാണ് 53 അമ്മമാരും. ആ അമ്മമാരെ കുറിച്ച് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും 1-2 വോയിസ് നോട്ടെങ്കിലും കേൾക്കുന്നുണ്ട്. ആ അമ്മമാരെങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ അയക്കാറുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സഹോദരി. അമ്മമാര് 53 അമ്മമാരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മമാരെല്ലാം ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ ശരണം വെച്ച് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന എങ്ങനാ? ഒരു കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്. വചനം നിറയുമ്പോൾ ദുഃഖം വിട്ടുപോവാണ്. അമിതമായ ദുഃഖം, നിരാശ, ഇതൊക്കെ പൈശാചികമാണ്. നിരാശ പൈശാചികമാണ്. അമിതമായ ദുഃഖം പൈശാചികമാണ്. ചെറിയ പ്രയാസമല്ല, അമിതമായ ദുഃഖം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കെട്ടപ്പെട്ട അവസ്ഥയിൽ അമിതമായ ദുഃഖം പൈശാചികമാണ്. യെശയ്യായിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് തളർന്ന മനസ്സ് എന്നാണ്. തളർന്ന മനസ്സ്. തളർന്ന മനസ്സിന് അവൻ സ്തുതിയുടെ മേലങ്കി തന്നു എന്നാ യെശയ്യ പറയുന്നത്. തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കി. തളർന്ന മനസ്സ്, ഒന്നും ചെയ്യാൻ വയ്യ, തളർന്നു പോവാണ്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. മരിക്കണമെന്ന് ചിന്തയാണ്. വചനം നിറയണം. ദൈവവചനം ഹൃദയത്തിൽ നിറയണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വളരെ വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കൗമാരക്കാരി പെൺകുട്ടി, വളരെ പ്രയാസത്തിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ, ഞാൻ പലപ്പോഴും ആകുലപ്പെട്ടിട്ടുണ്ട്, ദൈവമേ ഇതിന്റെ അവസ്ഥ എന്താവുമെന്ന്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പ്രത്യേക സാഹചര്യത്തിൽ മുതൽ കർത്താവ് അവളെ തൊടാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, അച്ഛൻ വിൽസനച്ചൻ അച്ഛൻ പറഞ്ഞു, നീ മുടങ്ങാതെ മോളെ ബൈബിള് വായിക്കാൻ പറഞ്ഞു. മുടങ്ങാതെ ബൈബിള് വായിക്കും, സമയമെടുത്ത് വായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിള് വായിച്ചു തുടങ്ങി. ബൈബിള് വായിച്ചു തുടങ്ങിയ പിന്നെ അസാധാരണമായ മാറ്റം ആ കുട്ടിക്ക് വരാൻ തുടങ്ങി. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല. ഒത്തിരി ബുദ്ധിമുട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മകള് മരുന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കർത്താവ് വലിയ ആശ്വാസം നൽകി, വലിയ പ്രതീക്ഷ നൽകി. ഇതാ കർത്താവ് കൈപിടിച്ച് സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ നിരാശ, അമിതമായ ദുഃഖം, നിരാശ, ജീവിതം വേണ്ട, ജീവിതം അവസാനിപ്പിക്കാം എന്ന ചിന്ത, ഇതെല്ലാം പൈശാചികമാണ്. ഇതെല്ലാം എങ്ങനെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകും? വിട്ടുപോകണമെങ്കിൽ കർത്താവ് പറയാണ്, നല്ലത് ചെയ്യണം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് ഈ പുസ്തകം വായിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാര്യം. ഇതാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു ബോധ്യത്തിനിടയിൽ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈ പുസ്തകം അങ്ങോട്ട് വായിക്കുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വായിക്കുന്നതിനനുസരിച്ച് പ്രകാശം പരക്കും എന്ന് ഇതേ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 119 സങ്കീർത്തനത്തിന്റെ 130 വാക്യം. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. നിന്റെ വീട്ടിലെ, ഞാൻ പറഞ്ഞില്ലേ, ഇരുട്ടിനോട് അങ്ങോട്ട് കയറി എന്നിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇരുട്ടെ, ഐ ബൈൻഡ് യു, ഐ കാസ്റ്റ് ഔട്ട് യു ഡാർക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇരുട്ട് പോവില്ലെന്ന്, പോവില്ല. ചുമ്മാ വെറുതെ മെനക്കെടാതെ. തൊണ്ട പോകുന്നേ ഉള്ളൂ, ഇരുട്ട് പോവില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം വരണം. നല്ല ഹൈ വോൾട്ടേജ് ലൈറ്റ് അങ്ങോട്ട് കത്തിക്കണം. ആ ലൈറ്റ് കത്തിക്കുന്നതാണ് 119 സങ്കീർത്തനം 130 വാക്യം. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എത്രയോ അനുഭവങ്ങൾ എനിക്ക് ഓൺലൈനിൽ, ഇമെയിലായിട്ട്, വാട്സപ്പിൽ ആളുകൾ വിളിക്കുമ്പോൾ കിട്ടില്ല, അല്ല കൂടുതൽ ആളുകൾ എഴുതി ഒക്കെ എത്ര പേരുടെ അനുഭവങ്ങൾ. ദൈവവചനം, അച്ഛാ ഞങ്ങൾ വചനം കേട്ടപ്പോ ഞങ്ങളുടെ ഈ അടിമത്തം വിട്ടുപോയി. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നു. ചിത്തിര എന്ന് പറയുന്നൊരു മകളാണ് അത് എഴുതിയിരിക്കുന്നത്. അവൾ എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ വചനം അനുസരിച്ച് ഒരിക്കലും ഒരു സഹോദരി, രക്തസ്രാവം ഉണ്ടായിരുന്ന സഹോദരി,
അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ തിരുവസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിയ ഒരനുഭവത്തെക്കുറിച്ച് ഞാൻ സാധാരണ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഈ ചിത്ര എന്ന് പറയുന്ന മകൾ അത് കേട്ടിട്ട് അവൾ അത് വിശ്വസിച്ചു. ആ ദൈവവചനം വിശ്വസിച്ചു. അവൾക്ക് PCOD എന്ന് പറയുന്ന രോഗമാണ്. അത് ഗർഭധാരണം നടക്കില്ല, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയാണ്. പിന്നെ അതിന് ഒത്തിരി ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് ഈ രോഗത്തിന്. ആ മകള് കർത്താവിന്റെ വചനം വിശ്വസിച്ചു. ആ വചനം അവള് വിശ്വസിച്ചു, ഏറ്റെടുത്തു. അവളുടെ മെയിൽ ഇതാണ്: അവൾക്കിപ്പോൾ ആ രോഗം പൂർണ്ണമായിട്ടും വിട്ടുമാറി. ആ രോഗമില്ല, കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് ഒക്കെ സൗഖ്യം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവിന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. എനിക്ക് എന്നെ കേൾക്കാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളായ ധ്യാനകേന്ദ്രങ്ങളിൽ ഓടി മടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ബൈബിള് തുറന്ന് വായിക്കുക. നിങ്ങൾ ധ്യാനഗുരുക്കന്മാരെ കാണാനും കൈവെക്കാനും നടക്കുന്നതിനും എത്രയോ ബെറ്ററാണ്. കൊള്ളാവുന്നൊരു പുസ്തകം കൈ തന്നിട്ടില്ലേ, അത് തുറന്ന് വായിക്കും. ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കും. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, അച്ഛാ ഞങ്ങളിത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇത്? അച്ഛൻ പറയുന്ന ബൈബിൾ വായിക്കാം, നാളെ മുതൽ തുറന്ന് വായിക്കാണ്, ഒന്നും പിടിയിട്ടുന്നില്ല അച്ഛാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് കേട്ടോളുക. ഞാനും ഇതാദ്യം വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചോ? ഈ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ, ഞാൻ ഒത്തിരി മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു, ഞാൻ അതെല്ലാം ഇത് വായിക്കത്തില്ലായിരുന്നു. എന്നാൽ ഈ വേദപുസ്തകം ഗൗരവമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യകാലങ്ങളിൽ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. അപ്പോ മനസ്സിലാവാതിരിക്കുമ്പോഴും ഒരു വ്രതം പോലെ ഇതിങ്ങനെ വായിക്കണം, ചുമ്മാ വായിച്ചോണം. വായിച്ച് നിങ്ങൾ കേട്ടെ, വായിച്ച് ഇങ്ങനെ പോകുമ്പോ ഒരു ദിവസം ഒരു കൃപ തുറക്കപ്പെടും. ഒരു ദിവസം രാവിലെ ഇത് തുറക്കുമ്പോ, അയ്യോ ഇതിനകത്ത് ദൈവമേ ഇങ്ങനൊരു അർത്ഥമുണ്ടോ എന്നങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങും. ആദ്യത്തേത് ടെസ്റ്റാണ്, ആദ്യത്തേത് പരീക്ഷയാണ്. ഈ പരീക്ഷ പാസ്സായാലേ അടുത്ത ലെവലിൽ കയറൂ. ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? ചുമ്മാ വായിച്ചോണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വെറുതെ ഇരുന്നങ്ങ് വായിച്ചോണം. വെറുതെ ഇരുന്ന് ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ച് പോയാൽ ഒരു പ്രത്യേക സമയം, ഒരു കാലം, അത് പരീക്ഷയുടെ ഒരു കാലമുണ്ട്. നീ എന്തുമാത്രം വിശ്വസ്തത പുലർത്തുമെന്നറിയാൻ ദൈവം ഒരു കാലം വെക്കും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ചില മേഖലകൾ തുറക്കപ്പെടാൻ തുടങ്ങും. തുറക്കപ്പെടുമ്പോൾ വചനത്തിന്റെ അർത്ഥം മനസ്സിലാവാൻ തുടങ്ങും. വചനം കർത്താവ് കാണിച്ചു തരാൻ തുടങ്ങും. തുറക്കുമ്പോൾ തന്നെ കർത്താവ് വചനം തരാൻ തുടങ്ങും. ഞങ്ങള് കുമരകത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ അസാധാരണമായ ഒരു കൃപയാണ്. അതായത് ഒരു സങ്കടം അങ്ങോട്ട് പറഞ്ഞ് അച്ഛൻ്റെയിലോട്ട് ബൈബിൾ കൊടുത്താൽ, തുറന്നാൽ കറക്റ്റ് ദൈവം സംസാരിക്കുന്ന വചനം കിട്ടും ആ ആളുടെ പ്രശ്നത്തിൽ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ഈ വചനത്തെ കൊണ്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അത്തരം അഭിഷേകങ്ങൾ തുറക്കപ്പെടാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണുനീരൊന്നും എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണുനീരൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത ആഴ്ച പറയാം കണ്ണുനീര്. ഇന്നത്തെ കാര്യം ഇതാണ്. അതായത് കായേനോട് ദൈവം പറയുകയാണ്, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ, പൊന്നുമോനെ, പാപന്തേ വാതുക്ക പര്യമ്പറത്ത് വന്ന് നിൽക്കുകയാണ് പാപം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചാടിക്കേറും. അപ്പൊ പാപം ഒഴിവാക്കാനുള്ള വഴി എന്താണ്? നല്ലത് ചെയ്യണം. ഇപ്പൊ കുറ്റം പറയാതിരിക്കാനുള്ള വഴി എന്താണ്? മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയണം. കുറ്റം ഞാൻ ആരുടെയും കുറ്റം പറയില്ല, അങ്ങനെ ബലം പിടിച്ച് പറയാതിരുന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ കുറ്റം പറഞ്ഞിട്ട് അയ്യോ പറഞ്ഞു പോയെന്ന് മനസ്സിലായല്ലോ. അതിനേക്കാൾ എത്രയോ നല്ലതാണ്, ബലം പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറ്റം പറയുന്നില്ല. കുറ്റം പറയാതിരിക്കാനുള്ള വഴി നല്ലത് പറയുക. അങ്ങനെ പറയുന്നുണ്ട് വചനം. അതായത് ഒരു പാപം ഉപേക്ഷിക്കുമ്പോൾ ആ പാപം ഉപേക്ഷിക്കുന്നത് വഴി നമ്മൾ ചെയ്യുന്നു. വായിക്കാം ഞാൻ എഫേസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ 25 മുതൽ. എഫേസോസ് ലേഖനം 4-ാം അധ്യായം 25 മുതൽ. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും സത്യം സംസാരിക്കണം. വ്യാജം വെടിയണം, എന്നിട്ട് പറയാണ് സത്യം പറയണം. വ്യാജം വെടിയണം, സത്യം പറയണം. മനസ്സിലായോ? വ്യാജം വെടിയാനുള്ള വഴി എന്താണ്? സത്യം പറയണം. വ്യാജം വെടിയാനുള്ള വഴി എന്താണ്? സത്യം പറയണം. സത്യം പറയണം. അപ്പൊ വ്യാജം വെടിഞ്ഞ് സത്യം പറയണം. എന്നിട്ട് പറയുകയാണ്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കും. അടുത്തത്, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കണം. മോഷ്ടിക്കരുത്. എന്താണ് മോഷ്ടിക്കാതിരിക്കാനുള്ള വഴി? പങ്കുവെക്കണം. ഓപ്പോസിറ്റ് പറയുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? വ്യാജം പറയരുത്. എന്താണ് വിപരീതം? സത്യം പറയണം. മോഷ്ടിക്കരുത്. മോഷ്ടിക്കാതിരിക്കാനുള്ള വഴി എന്താണ്? കൊടുത്തോണം. എടുക്കുന്നതല്ലേ മോഷണം, കൊടുക്കുകയാണ്. തിരിച്ച്
കൊടുക്കുക. അപ്പൊ മോഷ്ടിക്കരുത്. അടുത്ത് പറയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാൻ, അതാണ് കുറ്റം പറയുക, വ്യാജം പറയുക, അശുദ്ധി പറയുക, അസത്യം പറയുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്ക് പറയുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ വായിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സംസാരിക്കുക. കണ്ടോ, തിന്മ പറയരുത്, ഓപ്പോസിറ്റ് എന്താണ്? നല്ല കാര്യങ്ങൾ സംസാരിക്കുക. വ്യാജം പറയരുത്, എന്താണ് വിപരീതം? സത്യം പറയുക. മോഷ്ടിക്കരുത്, എന്താണ് വിപരീതം? പങ്കുവെക്കുക. തിന്മയുടെ വാക്കുകൾ പറയരുത്, എന്താണ് വിപരീതം? നല്ല വാക്ക്. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കായേനോട് ദൈവം പറയുകയാണ്, കായേൻ, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ഇതാ പാപം നിന്റെ വാതുക്കൽ പതിയിരിക്കുകയാണ്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. നീ അതിനെ കീഴടക്കണം. പാപം നിന്നെ കീഴടക്കുകയല്ല, നീ പാപത്തെ കീഴടക്കണം. നീ പാപത്തെ കീഴടക്കണം. നീ പാപത്തെ കീഴടക്കണം. പാപം നിന്നെ കീഴടക്കുകയല്ല, നീ പാപത്തെ കീഴടക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ഇവൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവന്റെ ഹൃദയത്തിൽ നിന്ന് കോപം പുറത്തു വരികയാണ്. കൂടെ അവനിത് ചിന്തിക്കുകയാണ്, എന്നാലും എന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മോശപ്പെട്ട ആളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവൻ മെച്ചപ്പെട്ട ആളാണ്. ഞാൻ അങ്ങനെ മോശപ്പെട്ട ആളാണോ? ഞാൻ എന്തോരം നന്മ ചെയ്താണ്, ഞാൻ എന്തോരം കാര്യങ്ങൾ നല്ല കാര്യം ചെയ്താണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയതല്ലേ, ഞാൻ അത്ര മോശപ്പെട്ട ആളാണോ? അപ്പൊ ഈ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ അത് അഹങ്കാരമായി. അഹങ്കാരത്തിൽ നിന്ന് അസൂയ ഉണ്ടായി, അസൂയയിൽ നിന്ന് കോപം ഉണ്ടായി. കോപം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപ്പിയാരച്ഛനെ കുത്തിക്കൊന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതാണ് ഇത് വരുന്ന വഴി. ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിയോട് പറഞ്ഞു, മാരകായുധങ്ങളെല്ലാം ഇവിടുന്ന് പരിസരത്തുനിന്ന് മാറ്റാൻ പറഞ്ഞു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മൂർച്ചയുള്ള സാധനങ്ങൾ, ബ്ലേഡ് മുതൽ പിക്കാസ് വരെ എല്ലാം പരിസരത്തുനിന്ന് മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എപ്പോഴാ കുത്തു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ആ മനുഷ്യൻ ഇന്ന് ആ പത്രത്തിൽ അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടം തോന്നി. കാരണം എന്താണ്? ഇപ്പോൾ പരിതപിക്കുകയായിരിക്കും, ഇപ്പോൾ വലിയ ഭാരത്തിലായിരിക്കും. അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു അദ്ദേഹം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. ഇന്ന് പത്രത്തിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. കാരണം എന്താണ്? ആ സമയത്ത് ചെയ്തു പോയതാണ്. അല്ലാതെ ചിലപ്പോൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി വന്നൊന്നാവില്ല. ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വന്നായിരിക്കും. ഏതായാലും ആ സമയത്ത് മരിക്കുമെന്നൊന്നും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കോപം അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ കോപം കൊലപാതകത്തിലേക്ക് നയിച്ചു. 4 പാപങ്ങളാണ് നമ്മൾ ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കാണുന്നത്. 1 പറ, ബംഗാളികളെ പറ, അഹങ്കാരം. 2 അസൂയ. 3 കോപം. 4 കൊലപാതകം. നമ്മൾ ഈ വാർത്തകൾ, ഞാൻ പത്രവാർത്തകളിലേക്ക് പോകുന്നില്ല. അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ അപ്പനെയും കൊല്ലുന്നു. ഇതെല്ലാം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതിന്റെ പിന്നിൽ, അതിന്റെ പശ്ചാത്തലത്തിൽ ചില അണിയറ ഒരുക്കങ്ങൾ ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. അതായത് കൊല്ലണം എന്ന ഒരുക്കമല്ല, കോപം, അസൂയ, അഹങ്കാരം, വൈരാഗ്യം, ഇതൊക്കെ അതിന്റെ പിന്നണിയിൽ കിടന്നിട്ടുണ്ട്. ആ പിന്നണിയിൽ കിടന്നതിനെ നിയന്ത്രിക്കാതെ, അതിനെ കീഴടക്കാതിരുന്നപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കൊലപാതകത്തിലെത്തി. ചോര മണ്ണിൽ കിടന്ന്, ആബേലിന്റെ രക്തം മണ്ണിൽ കിടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു. കൊല്ലണമെന്ന് ചിലപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അച്ഛനെ കൊല്ലണമെന്ന് ആദ്യത്തെ ഘട്ടത്തിൽ വട്ടപ്പറമ്പൻ ജോണി ചിന്തിച്ചിട്ടുണ്ടാവില്ല. സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ സ്റ്റേജിൽ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ ഈ വൈരാഗ്യം, വെറുപ്പ്, പക, ഞാൻ എന്നെ സ്വീകരിച്ചില്ല, എന്റെ ബലി സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിങ്ങനെ നിറഞ്ഞ് ഇത് നമ്മുടെ ഇടവകകളിൽ ഇതുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിങ്ങനെ കൂടി വരുമ്പോഴാണ് പിന്നീട് അത് ലഹളയായിട്ട് മാറുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ. ലഹളയായിട്ട് മാറുന്ന ആദ്യത്തെ സ്റ്റേജിൽ വൈരാഗ്യമാണ്. വൈരാഗ്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ ഘട്ടത്തിൽ വൈരാഗ്യമാണ്. പിന്നാണത് മറ്റു പല കാര്യങ്ങളായിട്ട് പുറത്തിറങ്ങുന്നത്. അസൂയ, വെറുപ്പ്. പള്ളിയിൽ ഒരാൾ നന്നായിട്ടെല്ലാം ചെയ്യുന്നു, ഉടനെ അസൂയ, വെറുപ്പ്, പിണക്കം, വൈരാഗ്യം. ഒരാൾ നന്നായിട്ട് ചെയ്യുന്നു, ശുശ്രൂഷകരുടെ ഇടയിൽ ഉണ്ടാവാം. അതായത് ഒരു ശുശ്രൂഷകൻ നന്നായിട്ട് ചെയ്യുന്നു, ഉടനെ അസൂയ, വൈരാഗ്യം, പാരവെപ്പ്, ടൊർപ്പിഡോ, ഇതൊക്കെ വരാം. നമ്മുടെ ശുശ്രൂഷകരല്ല, വേറെ ധ്യാനകേന്ദ്രത്തിലെ മറ്റ് ശുശ്രൂഷകൻ. ചെത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഇവിടെ അതൊന്നുമില്ല.
മറിച്ച് പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞത് എവിടെയും വരാം, അച്ഛന്മാരുടെ വരാം, പാരവെപ്പ്, കുർബാനയ്ക്കിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യാം, വേണമെങ്കിൽ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ അത് ആരുടെ ഇടയിലും വരാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പാപം നമ്മുടെ ഇടയിൽ പതിയിരിപ്പുണ്ട്, ഇങ്ങനെ പതിയിരിക്കുകയാണ്. സ്വർഗീയ ഇടങ്ങളിൽ പോലും പതിയിരിക്കുന്ന ദുരാത്മാക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്താണ് ഇവന്മാർ ഏറ്റവും കൂടുതൽ. നമ്മൾ വിചാരിക്കും പള്ളിക്കകത്ത് ഇത് കയറത്തില്ല. പള്ളിക്കകത്ത് കയറത്തില്ലയോ? പിന്നെ നിങ്ങളെങ്ങനെ കയറി? പള്ളിക്കകത്ത് ഇത് ഇഷ്ടം പോലെ കയറും, പള്ളിക്കകത്താണ് ഇത് കൂടുതൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പള്ളിക്കകത്തല്ല ഇഷ്ടം, സഭയ്ക്കകത്തും പള്ളിക്കകത്തുമാണ് ഇത് കൂടുതൽ. പാരവെപ്പ്, ഭിന്നത, കലഹം, വൈരാഗ്യം, വെറുപ്പ്, കോപം, എല്ലാവരെയും തകർക്കണം. ചെറുപ്പക്കാരെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നത് മുതിർന്നവർക്ക് ഇഷ്ടമല്ല, മുതിർന്നവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നത് ചെറുപ്പക്കാർക്ക് ഇഷ്ടമല്ല. അച്ഛൻ ചെയ്യുന്നത് സിസ്റ്ററിന് ഇഷ്ടമല്ല, സിസ്റ്റർ ചെയ്യുന്ന അച്ഛന് ഇഷ്ടമല്ല, അച്ഛൻ ചെയ്യുന്ന അൽമായന് ഇഷ്ടമല്ല, അൽമായൻ ചെയ്യുന്ന അച്ഛന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിങ്ങനെ എല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം. അതായത് അസൂയ ഒഴിവാക്കാൻ എന്താ വഴി? അസൂയ ഒഴിവാക്കാൻ എന്താ വഴി എന്നറിയാം. ഇങ്ങോട്ട് നോക്കി, അസൂയ ഒഴിവാക്കാനുള്ള വഴി ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ വിൽസൺ അച്ഛനെ പിടിച്ച് മാർപ്പാപ്പയാക്കിയാൽ എനിക്ക് ഭയങ്കര അസൂയ വരും. അതേസമയം അമേരിക്കയിലെ ചിക്കാഗോ രൂപതയിലെ ഫാദർ ഗൊൺസാൽവസിനെ മാർപ്പാപ്പയാക്കിയാൽ എനിക്കൊരു വൈരാഗ്യമില്ല. കാരണം എന്താണ്? എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു പരിചയമില്ല. ഇത് നമ്മൾ എന്നും പരിചയിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിയുന്ന ഉടനെ ഉചിതമായൊരു കാൻഡിഡേറ്റ് വേണമെന്ന് പറഞ്ഞ് വിൽസൺ അച്ഛനെ വിളിച്ച് മാർപ്പാപ്പയാക്കിയാൽ എനിക്ക് ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് സ്വസ്ഥത കാണത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതേസമയം നിങ്ങളുടെ മകനെ മാർപ്പാപ്പയാക്കി. നിങ്ങളുടെ മകനെ, ഒരു മകനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ കൊള്ളാവുന്ന ആള് സഭയിലില്ലാത്തതുകൊണ്ട്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മകനെ, വേറ്റിനാട് താമസിക്കുന്ന നിങ്ങളുടെ മകനെ അങ്ങ് മാർപ്പാപ്പയാക്കാൻ കർത്താവ് ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മകനെ മാർപ്പാപ്പയാക്കി, നിങ്ങൾക്ക് അസൂയ വരുമോ? അപ്പനും അമ്മയ്ക്കും ഭയങ്കര അസൂയായിരിക്കുമോ? ഇല്ല. കാരണം എന്താ കാരണം? ഇത് നമ്മുടെയാണ്. അസൂയ ഒഴിവാക്കാനുള്ള വഴി ഞാൻ പറയട്ടെ. അതായത് മനുഷ്യരെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അസൂയ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരാള്, ഇപ്പൊ പോൾസൺ ബ്രദർ വളരെ നന്നായിട്ട് പാടുമ്പോൾ ഞാൻ ബ്രദറിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ എനിക്ക് ബ്രദറിനോട് അസൂയ ഉണ്ടാവില്ല. കാരണം എൻ്റെ അല്ലേ, എൻ്റെ ഭാഗമല്ലേ. ഇപ്പൊ ഒരാൾ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പോ സഭയിൽ ഒരു അച്ഛൻ വളരെ നന്നായിട്ട് വചനം പറയുന്നു. ആ വചനം പറയുന്ന അച്ഛനോട് എനിക്ക് കുശുമ്പുണ്ടാവേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിച്ചാൽ ഞാൻ ആ അച്ഛനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ദൈവമേ, നിന്റെ രാജ്യം വളർത്താൻ വേണ്ടി നിന്റെ ഈ മകൻ ഇതാ, ദൈവമേ അഭിഷേകം നിറഞ്ഞ് ഇതാ ഈ മകൻ നന്നായിട്ടെല്ലാം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എവിടെ ഈ അസൂയ വരുന്നതെന്നറിയാമോ? അസൂയ വരുന്നത് നമ്മൾ ആരെയും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. അവര് വേറെ, നമ്മൾ ആരുമായിട്ടും ഹൃദയബന്ധമില്ലാതെ വരുമ്പോഴാണ് ഈ അസൂയ വരുന്നത്. സ്വന്തം കുഞ്ഞ് പ്രധാനമന്ത്രി ആയാൽ അമ്മയ്ക്ക് അസൂയ വരാൻ സാധ്യതയില്ല. സാധാരണഗതി നമ്മുടേതായിട്ട് വിചാരിച്ചാൽ, നമ്മുടെ ഭാഗമായിട്ട് കരുതിയാൽ അസൂയ വരില്ല. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കണം. ചില ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഞാനിത് എല്ലാവരും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സാധനമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷെ ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഒരു ധ്യാനകേന്ദ്രക്കാർക്ക് വേറൊരു ധ്യാനകേന്ദ്രത്തെ ഇഷ്ടമല്ല, ഒരു വചനപ്രഘോഷകന് വേറൊരു വചനപ്രഘോഷകന് ഇഷ്ടമല്ല, ഒരു മിനിസ്ട്രിക്ക് വേറൊരു മിനിസ്ട്രി ഇഷ്ടമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാരെയാണ് സേവിക്കുന്നത്? ദൈവത്തെയോ സാത്താനെയോ? ഇവരാരെയാണ് സേവിക്കുന്നത്? അതായത് ഒരു ധ്യാനകേന്ദ്രം, ഉദാഹരണത്തിന് ഡൊമിനിക് വാളമനാലച്ചൻ ലോകവാസകലം പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്? പട്ടായിലച്ചൻ ലോകത്ത് വലിയ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കേരളത്തിലെ വൈദികര് സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ദൈവജനം സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? എന്നാ അവിടെയുണ്ട് ചിലപ്പോൾ അസൂയ. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരെ കുറിച്ച് അപവാദം പറയും, കുറ്റം പറയും, ആവശ്യമില്ലാത്ത പറയും, യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യും, ഫേസ്ബുക്കിലൂടെ അത് പ്രചരിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യും. ഷെയറുകാരുണ്ടല്ലോ കുറെ, എന്ത് ചവറ് കിട്ടിയാലും ഷെയർ ചെയ്യാൻ തന്നെ. ഏത് ചവറും ഷെയർ ചെയ്യുന്ന ആളുകൾ. ബാക്കി ഞാൻ പറയാം, എൻ്റെ വായി വേറൊരു വാക്ക് വന്നത് ഞാൻ പറയുന്നില്ല. ഏത് ചവറും ഷെയർ ചെയ്യുന്ന ആളുകൾ, ഷെയർ ചെയ്യാൻ നടക്കുന്നത്. ഇപ്പൊ കർത്താവ് പറയുകയാണ് അസൂയ വരുന്നത്. അപ്പോ എന്താ ശ്രദ്ധിച്ചേ? ഒന്നാമത്തേത് അഹങ്കാരം, രണ്ടാമത്തേത് അസൂയ, മൂന്നാമത്തേത് കോപം. അപ്പോ കായം പറഞ്ഞു, അനിയ നമുക്ക് വയലിൽ വരെ പോവാം.
ഭയങ്കര സ്നേഹം അനിയനോട്. വാടാ മോനെ, നമുക്ക് അവിടെ കാറ്റ് കൊണ്ട് നടക്കാന്ന് പറഞ്ഞു. ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തൊരു ചൂടാ, നമുക്ക് കാറ്റ് കൊണ്ട് നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനുജനെയും കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി ഒഴിഞ്ഞ ഒരു മറവുള്ള സ്ഥലത്ത് ചെന്ന് അവൻ അനിയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അവനെ ആ വയൽ വരമ്പിൽ വെച്ച് കൊലപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ നിഴല് പതിഞ്ഞു കിടക്കുന്ന വയൽ വരമ്പാണത്. നമ്മൾ ഓരോ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലിയുടെ നിഴല് പതിഞ്ഞു കിടക്കുന്ന വയൽ വരമ്പാണ് കായേന്റെ വയൽ വരമ്പ്. അവിടെ ആബേലിനെ അടിച്ചു കൊന്നു. ഏറ്റവും നല്ല ബലി അർപ്പിച്ചവൻ ആ ബലി സ്വീകരിച്ച് 24 മണിക്കൂർ കഴിയും മുമ്പ് ബലിയായിട്ട് മാറി. ഏറ്റവും നല്ല ബലി അർപ്പിച്ചവൻ ആ ബലി സ്വീകരിക്കപ്പെട്ട് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ബലിയായിട്ട് മാറി. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ദൂതാണത്. അതായത് ഏറ്റവും നല്ല ബലി അർപ്പിക്കുന്ന നമ്മൾ ഈ ബലി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിൽ ബലിയാവണം. ഭർത്താവിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുമ്പോൾ ഒരു ഭാര്യ ആ വീടെന്ന വയൽ വരമ്പിൽ ബലിയാവുകയാണ്. ഭാര്യയ്ക്ക് മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഭർത്താവ് വീടാകുന്ന വയൽ വരമ്പിൽ ആബേല് ബലിയായതുപോലെ ബലിയാവുകയാണ്. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അത് സഹിച്ചും ക്ഷമിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വയൽ വരമ്പിൽ ബലിയാവുകയാണ്. ആബേൽ മാതൃകയാണ്, പരിശുദ്ധ കുർബാനയുടെ മാതൃകയാണ്, നിഴലാണ് ആബേൽ. അതുകൊണ്ടാണ് ആബേലിൻ കുഞ്ഞാടും നോഗയുടെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നത്. ആബേൽ അർപ്പിച്ചതുപോലെ ഒരു ബലിയാണിത്. ബലി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ചൂടായാൽ അവൻ ബലി അർപ്പിച്ചിട്ടില്ല, അവന്റെ ബലി നല്ലതല്ല, അവൻ വെളി ഇറങ്ങിയിട്ട് അടുത്തവന്റെ കഴുത്തിൽ പിടിക്കാൻ പോകണം, പിന്നെ കമ്മിറ്റി മീറ്റിങ്ങിന് അടിക്കാൻ പോവാണ്. അവൻ ബലി അർപ്പിച്ചിട്ടില്ല, അവന് ബലി എന്താണെന്ന് അറിയാൻ പാടില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ബലി അർപ്പിച്ചവൻ ബലിയാവണം. നല്ല ബലി അർപ്പിച്ചവൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബലിയായിട്ട് മാറണം. അതാണ് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ചില തിക്താനുഭവങ്ങൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ചില ആക്ഷേപങ്ങൾ, ചില കുറ്റപ്പെടുത്തലുകൾ. ഇതെല്ലാം നമുക്ക് ബലിയായി മാറാനുള്ള ആബേലിന് ബലിയായി മാറിയ വയൽ വരമ്പാണ്. അധ്യായം 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി
ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബദിപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെടുന്നതാണ്. പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ജോർദാനിൽ യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൽ ദൈവം പ്രസാദിച്ചത് എന്ത് പേരിലാണ്, എന്ത് കാരണത്താലാണ്? 30 വർഷം യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല. അന്ധരുടെ കണ്ണ് തുറന്നിട്ടില്ല, മരിച്ചവനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല, ലോകത്തിൻ്റെ കണ്ണിൽ എടുത്തു പറയത്തക്ക ഒന്നും യേശു ചെയ്തിട്ടില്ല. 30 വർഷം അവൻ ആകെ ചെയ്തത്, അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണമുള്ളവനായി ജീവിച്ചു. ദൈവം പ്രസാദിക്കുന്നതിന് കാരണം അത്ഭുതങ്ങളൊന്നും ചെയ്യണമെന്നില്ല. 30 വർഷത്തെ വിശ്വസ്തതയുടെ ജീവിതം, 30 വർഷത്തെ അനുസരണത്തിൻ്റെ ജീവിതം, എളിമയുടെ ജീവിതം, താഴ്മയുള്ള ജീവിതം, ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, മറിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് ദൈവപ്രസാദം വരാൻ പോകുന്നത്. അതാണ് ഈശോയുടെ സ്നാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈശോ സ്നാനം സ്വീകരിച്ചതിന് ശേഷം അവിടുന്ന് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായി. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ, വായിച്ചു, പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഏതാത്മാവ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഏതാത്മാവ്? ദുരാത്മാവോ പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവ്. നമ്മൾ വിശദീകരിക്കാം. അത് യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയണം. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന ജനത മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് കയറുകയാണ്. യേശു പുതിയ ഇസ്രായേലിൻ്റെ നാഥനാണ്, പുതിയ ഇസ്രായേലിൻ്റെ നായകനാണ്, പുതിയ ദൈവജനത്തിന് ആരംഭം കുറിക്കാൻ വന്നവനാണ്. ആ ജനത്തിൻ്റെ ഇടയനാണ്, നേതാവാണ്. മോശ പഴയ ജനതയുടെ നേതാവായിരുന്നത് പോലെ പുതിയ നിയമത്തിൻ്റെ നേതാവാണ് ഈശോ. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവവും പഴയ നിയമത്തിൽ സംഭവിച്ചതിൻ്റെ വിശദീകരണമോ വ്യാഖ്യാനമോ പൂർത്തീകരണമോ ആണ്. നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട്
ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. കടല് കടന്ന് വെള്ളത്തിലൂടെ അവർ അക്കരെ എത്തി. പുതിയ ഇസ്രായേലിന്റെ നാഥനായ, പുതിയ ജനതയുടെ ആരംഭകനായ, പുതിയ ജനതയുടെ നാഥനായ ഈശോ ജോർദാനിലെ വെള്ളത്തിലൂടെ അവൻ ആ ജനതയെപ്പോലെ അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ചെങ്കടലിലൂടെ ആ ജനം കടന്നതുപോലെ ജോർദാനിലെ ജനത്തിലൂടെ കർത്താവ് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്ന യേശു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ, പുറപ്പാട് 4:22 ഇസ്രായേലിനെ ദൈവം വിളിക്കുകയാണ്, ഇസ്രായേൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്. ഇസ്രായേൽ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അതുപോലെ തന്നെ ജോർദാനിലെ ജലത്തിൽ നിന്ന് കയറി വരുന്ന ഈശോയെക്കുറിച്ച് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇസ്രായേൽ ചെങ്കടലിലൂടെ കയറി വന്നതുപോലെ ഈശോ ജോർദാനിൽ നിന്ന് കയറി വരികയാണ്. അവനെക്കുറിച്ച് പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇസ്രായേലിനെ നമ്മൾ രാവിലെ കണ്ടു, മേഘസ്തംഭമായി അഗ്നിത്തൂണായി പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേലിനെ പരിശുദ്ധാത്മാവ് നയിച്ചത് അവർ ടെസ്റ്റ് ചെയ്യപ്പെടാനാണ്. മരുഭൂമിയിൽ ഒരു പരീക്ഷണമുണ്ട്. ഒരു ജനതയായി രൂപപ്പെടുന്നതിന് മുമ്പ് മരുഭൂമിയിൽ ഒരു ജനം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ടാണ് 40 വർഷം ആ യാത്ര നീണ്ടത്. ഈശോ ആ 40 വർഷത്തെ പരീക്ഷണത്തിൻ്റെ പരിഹാരമോ പൂർത്തീകരണമോ എന്ന വണ്ണം 40 ദിനരാത്രങ്ങൾ പുതിയ ഇസ്രായേലിൻ്റെ നാഥനായ യേശു മരുഭൂമിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അത് വ്യക്തമല്ലെങ്കിലും ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ 40 ദിവസവും പരീക്ഷിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. 40 ദിവസവും മരുഭൂമിയിൽ യേശുവിന് പരീക്ഷയായിരുന്നു. 40 വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതുപോലെ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇസ്രായേൽ 40 വർഷത്തെ മരുഭൂമിയിലെ പരീക്ഷയിൽ തോറ്റുപോയി. എന്നാൽ യേശു 40 ദിനരാത്രങ്ങളിലെ പരീക്ഷയിൽ ജയിച്ചു. ഇതാണ് ആ 2 ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം. ഇനി ഈ 3 പരീക്ഷണങ്ങളെയും 3 പരീക്ഷണവും നമ്മൾ കാണാൻ പോവുകയാണ്. 3 പരീക്ഷകളും പ്രലോഭനവും കാണാൻ പോവുകയാണ്. ഈ 3 പ്രലോഭനത്തെയും യേശു നേരിട്ടത് ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്തുകൊണ്ടാണ്. ഈശോ പിശാചിനോട് ഷൗട്ട് ചെയ്തില്ല, പിശാചിനെ വഴക്ക് പറഞ്ഞില്ല, പിശാചിനെ കൂടുതലായിട്ട് നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, ദൂതന്മാർ വരട്ടെ കാണിച്ചു തരാം എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ പറയുന്ന ഭാഷയൊന്നും പറയാതെ ഈശോ പരീക്ഷയുമായി പിശാച് വരുമ്പോൾ അതിനെ നേരിടുന്നത് വചനം കൂട്ട് ചെയ്തുകൊണ്ടാണ്. ആ വചനം കൂട്ട് ചെയ്യുന്നത്, ഈശോ കൂട്ട് ചെയ്യുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും വചനങ്ങളാണ്. ആ വചനങ്ങൾ വായിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് ദൈവം പറഞ്ഞ വചനങ്ങളാണതെല്ലാം. മക്കളെ, നിങ്ങളെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ചപ്പോൾ നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ അനുവദിച്ചു. നിങ്ങൾ മാസായിലെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുത്. അമ്മ മക്കളെ എന്ന പോലെ ദൈവം നിങ്ങളെ കൈകളിലെടുത്ത് കൊണ്ടു നടന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഈ ഭാഗമെല്ലാം വരുന്ന ആ നിയമാവർത്തന പുസ്തകം 6-ഉം 8-ഉം അധ്യായങ്ങളിൽ നിന്നാണ് ഈശോ ഈ ഭാഗത്ത് ഉദ്ധരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക. പിശാച് ഒരു പ്രലോഭനവുമായി വരുമ്പോൾ യേശു അതിനെ അതിജീവിക്കുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. 3 യേശുവിൻ്റെ സംസാരവും പിശാചിനോടുള്ള മറുപടിയും ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് റിട്ടൺ എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. കൂടുതലൊന്നും വർത്താനമില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനെ അതിജീവിക്കാനുള്ള വഴി എന്താണ്? വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു പോരാട്ടം വരുന്ന സമയത്ത്, ഒരു പരീക്ഷണം വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള വചനം അപ്പോൾ വരും. ആ സമയത്ത് കയറി വരും. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ദൈവവചനം കൊണ്ടാണ്, അതാണ് ഇത് മൊത്തമായിട്ട് ഇതിനെ 2-3 നിരീക്ഷണങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഈ 3 പരീക്ഷണങ്ങളെയും ഈശോ നേരിട്ടത് വചനം അയച്ചിട്ടാണ്. മത്തായി 3:17 നമ്മൾ വായിച്ചു. പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സാത്താൻ വന്നിട്ട് ചോദിക്കുകയാണ്,
നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ. രണ്ട് പ്രലോഭനത്തിന്റെ ആരംഭത്തിൽ സാത്താന്റെ ചോദ്യം എങ്ങനെയാണ്? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പാവം പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ചാടുക. പിതാവ് പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രനാണ്. സാത്താൻ പറയാണ് ദൈവപുത്രനാണെങ്കിൽ പ്രൂവ് ഇറ്റ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ദൈവം തരുന്ന അംഗീകാരം, ദൈവം ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ മാറ്റി, ദൈവം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമാക്കി മാറ്റി. ഇനി നമുക്കൊരു ജോലിയുണ്ട്, നമ്മളത് ഓരോ ദിവസത്തെയും ജീവിതം വഴി തെളിയിക്കണം. സാത്താൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, തെളിയിക്ക് നീ ദൈവപുത്രനാണെങ്കിൽ. സാത്താന്റെ ടെക്നിക്ക് വേറെയാണ്, ടെംപ്ടേഷൻ വേറെയാണ്. പക്ഷേ അവന്റെ സെന്റൻസിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും രണ്ടുപേര് നിപ്പുണ്ട്. നമ്മുടെ വലതുവശത്ത് ഈശോയും ഇടതുവശത്ത് സാത്താനും. ഉദാഹരണത്തിന് നമ്മുടെ രണ്ട് വശത്ത് ഓരോരുത്തർ നിപ്പുണ്ട്. ഒരു വശത്ത് ഈശോ ഉണ്ട്, ഒരു വശത്ത് പിശാചുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു അവസരമാണ്. ഓരോ അവസരം വരുമ്പോഴും ഈശോ പറയുകയാണ്, മോനെ നീ ദൈവപുത്രനാണെങ്കിൽ എൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അത് തെളിയിക്കേ. സാത്താൻ പറയും നീ ദൈവപുത്രൻ അല്ല എന്ന് നീ തെളിയിക്ക്, നീ തെറ്റ് ചെയ്തുകൊണ്ട് നീ ദൈവത്തെ തള്ളിപ്പറയുക. ഇനി പരീക്ഷ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭവും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യവും നമുക്ക് സാത്താൻ യേശു ഇവരെ രണ്ടുപേരെ മുന്നിൽ നിർത്തി അവരിൽ ആർക്കാണ് നമ്മൾ വില കൊടുക്കുന്നതെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളാണ്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവം പരീക്ഷ അനുവദിക്കുമോ? നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. ദൈവം ഒരിക്കലും സഹനം തരില്ല. ദൈവത്തിന് സഹനം തരാൻ പറ്റില്ല. കാരണം ദൈവം നന്മയാണ്, നന്മയിൽ നിന്ന് തിന്മ വരില്ല. എന്നാൽ ദൈവം പരീക്ഷകൾ അനുവദിക്കും. നമുക്ക് പോരാട്ടങ്ങളും പരീക്ഷകളും ഉണ്ടാവാൻ ദൈവം നമ്മെ വിട്ടുകൊടുക്കും. എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം, പരീക്ഷ ഇടുന്നത് ടീച്ചേഴ്സാണ്. സ്കൂളിൽ പരീക്ഷ ഇടുന്നത് ടീച്ചേഴ്സാണ്. പക്ഷേ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതിക്കൊള്ളട്ടെ എന്ന ഒരു സൈലന്റ് കൺസെന്റ് മാതാപിതാക്കന്മാർ കൊടുക്കുന്നുണ്ട്. ഒരു മാതാപിതാക്കന്മാർ സ്കൂളിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നില്ല. എന്തിനാ പരീക്ഷ ഇട്ടത് എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നില്ല. മാതാപിതാക്കൾ, കുട്ടികൾ പറയാണ് അമ്മ നാളെ പരീക്ഷയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ ഞങ്ങളുടെ കുട്ടിക്ക് എന്തിനാ പരീക്ഷ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കലാപത്തിന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, പരീക്ഷ ഇടട്ടെ, ടീച്ചേഴ്സ് പരീക്ഷ ഇടട്ടെ, അത് മാതാപിതാക്കൾ അനുവദിക്കുന്നുണ്ട്. ഇത് മനസ്സിലായോ? ടീച്ചേഴ്സ് പരീക്ഷ ഇടാൻ, സ്കൂൾ പരീക്ഷ ഇടാൻ മാതാപിതാക്കൾ ഒരു സൈലന്റ് അപ്രൂവൽ കൊടുത്തതിന്റെ കാരണം ഈ പരീക്ഷ എഴുതിയാലേ പ്രമോഷൻ ഉള്ളൂ. ടെസ്റ്റ് ഇല്ലെങ്കിൽ പ്രമോഷൻ കിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ, വളരണമെങ്കിൽ ടെസ്റ്റ് ഉണ്ടായേ പറ്റൂ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറിയാൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാൻ ശക്തിയുണ്ടെന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങളെ ഒരാൾ കഠിനമായി പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് പ്രൊവോക്ക് ചെയ്യാൻ ഒരുത്തം വരണം. അങ്ങൊരു കോണ്ടെക്സ്റ്റ് വേണം, അങ്ങൊരു സിറ്റുവേഷൻ വേണം. ഒരാൾ നിന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ നിന്റെ അകത്ത് ക്ഷമയുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. മനസ്സിലായോ? അപ്പൊ ആ ടെസ്റ്റ് വരണം, തെറി വിളിക്കാൻ ഒരുത്തം വരണം. അപ്പൊ നമ്മൾ പറയണത് അയ്യോ ദൈവം സഹനം തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയാണ്. മോനെ സഹനമല്ല, അത് ടെസ്റ്റാണ്. പ്രൂവ് ഇറ്റ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ശക്തി അറിയാൻ പോകുന്നത്? ശക്തമായൊരു പ്രലോഭനം വരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ അറിയും? ഒരു മരുഭൂമി പോയി ജീവിച്ചിട്ട് ആരെയും കാണാതെ കേൾക്കാതെ ജീവിച്ചിട്ട് ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലുമൊക്കെ വേണ്ടേ ടെംപ്റ്റ് ചെയ്യാൻ? ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ പ്രകോപിപ്പിക്കാൻ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദൈവം ഈ പരീക്ഷ അനുവദിച്ച് തരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, പരീക്ഷ ഉണ്ടെങ്കിലേ പ്രമോഷൻ കിട്ടും. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പരീക്ഷകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യരുത്. പിള്ളേരൊക്കെ മാതാപിതാക്കൾ ആത്മീയമായി വളർന്നോന്നറിയാൻ എല്ലാ ദിവസവും പിള്ളേർ വീട്ടിൽ പരീക്ഷ ഇടുന്നുണ്ട് അല്ലേ? അപ്പനും അമ്മയ്ക്കും അപ്പൻ്റെ ആത്മീയ വളർച്ച എന്തുമാത്രം ഉണ്ടെന്നറിയാൻ നിങ്ങളുടെ കൊച്ച് എല്ലാ ദിവസവും പരിശ്രമിക്കുന്നുണ്ടല്ലേ? ഭർത്താവിൻ്റെ ആത്മീയ വളർച്ച അറിയാൻ ഭാര്യ കണ്ടിന്യൂസ് ടെസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്.
എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജോബിന്റെ പുസ്തകത്തിൽ ജോബിന് കന്നാലി പോയി, കഴുത പോയി, കാള പോയി, ആട് പോയി, മക്കള് പോയി, ഭാര്യ മാത്രം പോയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജോബ് ഒരു വിശുദ്ധനാവണമെങ്കിൽ ഈ ഭാര്യ വേണം. എ നാഗിങ് വൈഫ് വിൽ ടേക്ക് യു ടു ഹെവൻ. നിങ്ങളെ നിരന്തരമായിട്ട് നോവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ നിങ്ങളെ ശുദ്ധീകരണ സ്ഥലമില്ലാതെ സ്വർഗത്തിൽ എത്തിച്ചു തരും. ഉച്ചത്തി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരീക്ഷയില്ലാതെ എങ്ങനെ പ്രമോഷൻ കിട്ടും പരീക്ഷയില്ലാതെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആത്മീയ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയുള്ള സാഹചര്യം വീട്ടിലും നാട്ടിലും എല്ലായിടത്തും റെഡിയാക്കി തന്നിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പരീക്ഷകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. എങ്കിലേ നമ്മൾ വളരൂ. അല്ലെങ്കിൽ നമ്മളിന്ന് ഒരേ അവസ്ഥയിൽ നിൽക്കും. ഇപ്പൊ എല്ലാവരും നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ, എല്ലാവരും നമ്മളെ ഇങ്ങനെ ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ, എല്ലാവരും നമ്മളെ ഇങ്ങനെ പൂവിട്ട് പൂജിച്ചുകൊണ്ടിരുന്നാൽ, നമ്മളിൽ എന്തുമാത്രം സ്പിരിച്വൽ പവർ വളർന്നു നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാലല്ലേ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാൻ പറ്റും? അതിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കും? നമുക്കറിയാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് നിരന്തരം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടെസ്റ്റ് വരുമ്പോൾ പറയരുത് അയ്യോ എനിക്ക് വയ്യ, ഞാൻ കളിക്കുന്നില്ല എന്ന് പറയരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പരീക്ഷിക്കപ്പെടാനായി യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. ഇനി നമ്മൾ 3 പരീക്ഷകൾ കാണാൻ പോകണം. ഒന്നാമത്തേത് 4-ാം അധ്യായം 3-ാം വാക്യം. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. പ്രധാനമായിട്ടും ഈ പ്രലോഭനത്തിന് 2-3 മാനങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഭൗതിക കാര്യത്തിന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ഒരു ടെസ്റ്റ്, ഒരു ടെംപ്റ്റേഷൻ വരികയാണ്. അതായത് എടാ ഇത് നമ്മുടെ ഭൗതിക കാര്യമാണ് വലുത്, ആത്മീയ കാര്യം അല്ല വലുത്, നമ്മുടെ ഭൗതിക കാര്യമാണ് വലുത്. അതുകൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന എങ്ങനാ? നീ എപ്പോഴും ഇങ്ങനെ ബൈബിളും വായിച്ചോണ്ടിരുന്ന എങ്ങനാ? ഭൗതിക കാര്യത്തിന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുക. അതാണ് കല്ലുകളെ അപ്പമാക്കുക എന്ന പ്രലോഭനത്തിന്റെ ഒരു വശം അതാണ്. രണ്ടാമത്തേത്, നിനക്ക് ദൈവം തന്ന ആത്മീയ സിദ്ധി, ഇപ്പൊ നീ 40 ദിവസം ഉപവസിച്ച് നല്ല പവറായിട്ടുണ്ട്, അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇത് ശക്തമായ പ്രലോഭനമാണ്. നമുക്കത് വിശദീകരിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക കാര്യമാണോ പ്രധാനപ്പെട്ടത്, ആത്മീയ കാര്യമാണോ പ്രധാനപ്പെട്ടത്? ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ജോലി, ഒത്തിരി തിരക്ക്, ഒരുപാട് വെപ്രാൾ, അതിനിടയിൽ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല, ദൈവകാര്യത്തിന് സമയമില്ല, പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാൻ, ഉപവസിക്കാൻ, ദൈവത്തെ തേടാൻ, പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ, സമയത്ത് ദേവാലയത്തിലെത്താൻ, ദൈവത്തെ ആരാധിക്കാൻ, ഇതിനൊന്നും സമയമില്ലാതെ ഭൗതിക കാര്യത്തിന് 1-ാം സ്ഥാനം. ആ 1-ാം സ്ഥാനത്ത് ഭൗതിക കാര്യത്തിന് 1-ാം സ്ഥാനം കിട്ടി, 1-ാം സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാ കല്ലുകളെ അപ്പമാക്ക്. അതായത് അപ്പത്തെ ശ്രദ്ധിക്കുക, അപ്പത്തെ നിന്റെ ആത്മീയ സിദ്ധികൾ ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തേത്, അതായത് നമുക്ക് ദൈവം ഒത്തിരി കഴിവ് തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്, അനുഗ്രഹം തന്നിട്ടുണ്ട്, അതിനെല്ലാം നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കണ്ണടച്ചിട്ട് പറയുകയാണ്, ഇപ്പം നിങ്ങൾ അത്യാവശ്യം ധ്യാന കേന്ദ്രത്തോട് ഞങ്ങളോടും ഒക്കെയുള്ള ഒരുമാതിരി ബഹുമാനം കൊണ്ട് സ്നേഹം കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ ഈ വരുന്നത്. അപ്പോൾ അതൊരു നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇന്ന് ആരാധനയ്ക്ക് പറയുകയാണ്, അതായത് സഹോദര 10 ലക്ഷം രൂപ നീ ഇവിടെ തന്നാൽ ഇന്ന് നിന്റെ കുടുംബത്തിലെ 10 ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലെത്തുമെന്ന് ഇത് ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ധ്യാനകേന്ദ്രത്തിലെ ഒരു അച്ഛൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പോയി 10 ലക്ഷം എടുത്തുകൊണ്ട് വരികയും ചെയ്യും. നമ്മുടെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ദൈവം തന്ന കൃപയെ ഉപയോഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, നിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഈ ടെസ്റ്റ് ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ. അതായത് ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? അവർക്ക് കുറച്ച് അഭിഷേകമുണ്ട്, കുറച്ച് കൃപയുണ്ട്, കുറച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്. പ്രാർത്ഥിക്കുന്നൊരു ചേച്ചി, പ്രാർത്ഥിക്കുന്നൊരു ചേട്ടൻ, അവരെന്ത് ചെയ്യുന്നറിയാം? അവർക്ക് ഒരാളെ വരുതിക്ക് നിർത്തണമെങ്കിൽ അവർ പറയും, ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ പറയും, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മെസ്സേജ് കണ്ടു, ഒരു മെസ്സേജ് കൊണ്ടു, അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ്റെ തലയിൽ ഒരു ചക്ക വീണ് അച്ഛൻ ആശുപത്രിയിലാവുന്നു. വ്യക്തമായിട്ട് വിവേചനപരമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചറിയാമോ? ഇത് കേട്ടിട്ട് അയ്യോ ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ ചേച്ചി. പിന്നെ ആ ചേച്ചി എല്ലാ ദിവസവും ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടോ ചേച്ചി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് തെറ്റിദ്ധരിക്കരുത്.
അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ വരുതിക്ക് നിർത്താൻ വേണ്ടി അവർ ആത്മീയതയെ ഉപയോഗിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ഉദാഹരണത്തിന് ഭാര്യ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവിനെ വരുതിക്ക് നിർത്താൻ വേണ്ടി പ്രാർത്ഥന ഉപയോഗിക്കുകയാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇങ്ങനെ. ഇതിനെ വെളിപാട് പുസ്തകം വിളിക്കുന്നത് ജസബൽ സ്പിരിറ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗ്രത പുലർത്തണം. അതായത് സ്വന്തം കാര്യത്തിൽ ഈ കാര്യങ്ങളെ നമ്മൾ പറയുന്ന ഒരു വഴിക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ആത്മീയ കാര്യം സന്ദേശം പറയുക, അത് പറയുക, ഇത് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ എപ്പോഴും ഇത് നിരന്തര പരിശുദ്ധാത്മ എന്താ പറഞ്ഞെന്നറിയാമോ? പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിക്കണം. ചുമ്മാ കണ്ണുമുട്ടിയെല്ലാം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ കുടുംബങ്ങളെ ആളുകൾ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകളുടെ കാശടിച്ച് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ പാവങ്ങളാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അങ്ങോട്ട് ഓടും. അയ്യോ, ആ ബ്രദർ, ആ അച്ഛൻ, ആ സിസ്റ്റർ, ഓട്ടമാണ്. ഓടിയിട്ട് അവിടെ ചെന്നിട്ട് അവർ കണ്ണടച്ചിട്ട്, ഒരു കാര്യം ഞാൻ പറയട്ടെ, സന്ദേശങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല, നമ്മളതെല്ലാം സ്വീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം, എത്ര ഷാർപ്പായിട്ട് സന്ദേശം പറയുന്ന ആളാണെങ്കിലും ചിലപ്പോൾ 99 എണ്ണം കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം തെറ്റാം. ഒരെണ്ണം അയാളുടെ മനുഷ്യൻ കയറി വരാം. അതുകൊണ്ട് ഈ വിവേചനം നമ്മൾ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഷാർപ്പായിരിക്കണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ ആ വഴിക്ക് ഓടരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആളുകളെ സ്വാധീനിക്കുക, അവരെ വരുതി നിർത്താൻ വേണ്ടി, ഇങ്ങനെ നിർത്താൻ വേണ്ടി. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ കുറച്ച് പേര് ശുശ്രൂഷകരുണ്ട്. സഹോദര, ഞാൻ ഒരു സന്ദേശം കണ്ടിരിക്കുകയാണ്, സഹോദരൻ അങ്ങോട്ട് പോകുമ്പോൾ സഹോദരൻ ഒരു ആപത്ത് വരാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോൾ അച്ഛാ പ്രാർത്ഥിക്കണം, എൻ്റെ അടുത്ത് മുട്ടി നിന്നോളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ചില സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഭർത്താക്കന്മാരെ, പാവപ്പെട്ടവന്മാരെ, ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഒരു ദർശനം കണ്ടു, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ തലയിൽ ഇന്ന് ഒരു വലിയ മല വന്ന് വീഴാൻ പോവുകയാണ്. പാവം പിടിച്ചവൻ അത് കേട്ട് പേടിച്ചിട്ട് ഇവർ പറയുന്ന എന്നിട്ട് പറയാണ്, ഒരു 3000 രൂപയുടെ സാരി വാങ്ങിച്ചുകൊണ്ട് വന്നേര് വൈകിട്ട്. ഈ പാവം പിടിച്ചവൻ മല വന്ന് വീഴലല്ലോ എന്ന് ഓർത്തിട്ട് സാരിയും വാങ്ങിച്ചുകൊണ്ട് വരും. വൈദികരുമുണ്ട്. സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, പള്ളിയിൽ നിന്നിട്ട് പറയുകയാണ്, അതായത് മക്കളെ, നിങ്ങൾക്കെല്ലാം ആപത്ത് വരാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും പള്ളിക്ക് 50,000 രൂപ വെച്ച് തന്നോ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പള്ളി പണി ബാക്കി തീരാനുണ്ട്. ദൈവം തന്നിരിക്കുന്ന ആത്മീയ കൃപയെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഈശോയ്ക്ക് പിശാച് വെച്ച് നീട്ടുന്ന ഒന്നാമത്തെ ടെംപ്റ്റേഷൻ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവ് പറയാത്തതൊന്നും പറയരുത്. തോന്നുന്ന ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പറഞ്ഞില്ല ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ലല്ലോ. ദൈവം പറയാത്തത് പറയരുത്. ദൈവം പറഞ്ഞതേ പറയാവൂ. ദൈവം പറയാത്ത ഒന്നും, ദൈവം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞു ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയാത്തത് പറയരുത്. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പരീക്ഷയുമായിട്ട് സാത്താൻ യേശുവിൻ്റെ അടുത്തെത്തുമ്പോൾ ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അതായത് ഓരോ ദിവസവും അന്നന്നത്തെ അപ്പം പോലെ തന്നെ അന്നന്നത്തെ വചനവും കിട്ടണം. ഇനി ശ്രദ്ധിക്കാമോ? നന്നായിട്ട് ശ്രദ്ധിക്കണം. ജീവിതം മാറാനുള്ള മെസ്സേജാണിത്. അതായത് എല്ലാ ദിവസവും അപ്പം തിന്നുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് വചനം കിട്ടണം. വചനം കിട്ടിയാൽ നമ്മൾ വളരും. ഇതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. അതായത് ബൈബിളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബൈബിൾ, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഏതാണ്ട് 36,000-ഓളം വചനങ്ങളുണ്ട്. ഞാൻ ഈ ബൈബിൾ അടച്ചു വെക്കുമ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്, തുറക്കുന്നേ ഇല്ല. ഞാൻ ഈ ബൈബിൾ അടച്ചു വെച്ചിരിക്കുകയാണ്, തുറക്കുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല. ബൈബിൾ അടഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ശ്രദ്ധിച്ച് വചനം വായിച്ച് ധ്യാനിക്കുന്നു. വചനം എന്ന മലയാള വാക്ക്, ഈ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. ആദ്യം അത് എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. ഇപ്പൊ നമ്മൾ ഈ വചനം എന്ന് പറയുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ്. ഇവിടെ ഇതിനടുക്ക് വചനം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് ഗ്രീക്കിൽ അതിന് 2 വാക്കുണ്ട്.
നമുക്ക് വചനമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രീക്കിൽ 2 വാക്കുണ്ട്. ഒരു വാക്ക് ഇതാണ് ലോഗോസ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോഗോസ് ക്വിസ് കേട്ടിട്ടുണ്ടാവും. പള്ളിയിൽ പോകുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോഗോസ് ക്വിസ്. അപ്പോൾ അതാണ് വചനം. രണ്ടാമത്തെ ഒരു വാക്കുണ്ട്, അതിൻ്റെ പേരാണ് റേമ. RHEMA, റേമ. ഒന്ന് ലോഗോസ്, മറ്റേത് റേമ. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇത് നല്ല രസമാണ്, മനസ്സിലാക്കണം. ഒന്ന് എന്താണ്? വചനത്തെ വചനം എന്ന മലയാള വാക്ക്, അത് ഗ്രീക്കിൽ അതിന് 2 വാക്കുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പറ ഉറക്കെ. ഒന്ന്, ഇത് ക്ലാസ്സാണ് കുട്ടികളെ, ഉറക്കെ പറയൂ. എന്താണ്? ലോഗോസ്. രണ്ടാമത്തേത് രേമയല്ല, റേമ. എന്താണ്? രമയല്ല, റേമ. പറഞ്ഞേ. 1, 2, റേമ. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ലോഗോസ്, എന്താണ് റേമ? ലോഗോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൈബിളിലെ വചനങ്ങളെല്ലാം, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിശദീകരണമാണ്, തിയോളജിമാർ ക്ഷമിക്കുക. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ ബൈബിളെല്ലാം ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു. 36,000 വചനം ഇതിനകത്തുണ്ട്. അത് മുഴുവൻ ലോഗോസാണ്. അല്ല, ലോഗോസാണ്, വചനമാണ്. പക്ഷെ പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എന്നും വളരെ ആഗ്രഹത്തോടെ വചനം തുറന്ന് വായിക്കുകയും ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ഞാൻ വായിക്കുന്ന വാക്യങ്ങൾ എനിക്ക് റേമ ആണ്. അടച്ചു വെച്ചിരിക്കുമ്പോൾ അത് ലോഗോസ്, എന്നോട് സംസാരിക്കുമ്പോൾ അത് റേമ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. മനസ്സിലാവാൻ ഞാൻ ഉദാഹരണം പറയാം. അതായത് ഒരു സഹോദരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? ഇയാൾക്ക് എന്താണ് സ്നേഹിച്ച പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവൾക്ക് അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ മിടിക്കായിരുന്നു, കാണാനൊക്കെ കൊള്ളായിരുന്നു. ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ അവളെ കണ്ട ഒരു രസമില്ല. കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ എന്തുമാത്രം വൈഡ് വെറൈറ്റിയാണ് വേറെ ഉള്ളത്. ദൈവമേ, ഞാൻ കണ്ണുവിട്ടതായിരുന്നു എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ എനിക്കിതുപോലൊരു അബദ്ധം. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പള്ളിയിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പള്ളി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിതാവെ ഇവിടെ നിന്ന് മാറ്റിത്തരണേന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? നിങ്ങളുടെ ഒരു ഗതികേട് നോക്കണം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ മറിയാമ പറ്റത്തില്ല, ശോശാമ മതി എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റും. വട്ടപ്പാറ പറ്റത്തില്ല, മണ്ണന്തല മതി എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ല. എന്തൊരു ഗതികേടാത്. അതായത് എന്നും ഈ മുഖം തന്നെ കാണണം, എല്ലാ ദിവസവും ഇത് തന്നെ കാണണം എന്നും. അപ്പോ ഈ ആള് പറയാണ്, അതായത് എനിക്ക് ഈ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു രസമില്ല. ഒരു രസമുള്ളത് പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴാണ് എന്തുമാത്രം വേറെ രസമുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഭാര്യയ്ക്ക് ഒരു സൗന്ദര്യമില്ല. അപ്പോൾ ഈ വന്ന പ്രാർത്ഥിക്കാനായിട്ട് ഒരു സഹോദരൻ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം പേടിച്ചു പോയി. കാരണം ഇതുപോലൊരു കേസ് ആദ്യമായിട്ടാണ്. ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നടന്നൊരു സംഭവം പറയുകയാണ്. ആ സമയത്ത് എൻ്റെ പരിശുദ്ധാത്മാവേ, എന്താണ് ഈ മനുഷ്യനോട് പറയേണ്ടത്? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അദ്ദേഹം കണ്ണടച്ചിട്ട് ബൈബിൾ തുറന്ന് കിട്ടിയത് തിരിച്ചിട്ട് ഇത് ഏതാ കണ്ണിപ്പെടുന്ന വായിച്ചോളാൻ പറഞ്ഞു. ഈ വായിച്ചവൻ്റെ കണ്ണിപ്പെട്ടത് ഇതാണ്. പ്രഭാഷകൻ 11:2, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ഇയാൾ 2-3 തവണ ഇത് വായിച്ചു. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ബൈബിൾ അടച്ചു, കൗൺസിലറിൻ്റെ കൈ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു പോവാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൂടുതൽ വർത്തമാനത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഈ 11-ാം അധ്യായം 2-ാം വാക്യം ഈ വായിച്ചവന് എന്തായി? റേമ. മനസ്സിലായോ? അതായത് അവൻ്റെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അവനെ വീണ്ടെടുക്കുന്ന വചനം, അവനെ ആശ്വസിപ്പിക്കുന്ന വചനം, അവനെ സുഖപ്പെടുത്തുന്ന വചനം, അവൻ്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന വചനം, അതിൻ്റെ പേരാണ് റേമ. അടച്ചു വെച്ചിരിക്കുമ്പോൾ അത് ലോഗോസ്. എന്നാൽ ഇത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു വചനം പെട്ടെന്ന് ആശ്വാസം കൊടുക്കുമ്പോൾ അത് റേമ. ഇഷ്ടം പോലെ
ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഒരു രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം 3-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, എന്തെന്നാൽ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അത് തന്നൊരാശ്വാസം പറയാൻ പറ്റുമോ? ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, എന്തെന്നാൽ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. എല്ലാം ഓടുന്നത് കർത്താവിന്റെ കയ്യിലാണ്. നമ്മളെന്തിനാ ആകുലപ്പെടുന്നത്? എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഷ്ടംപോലെ ഞാൻ ഒരു നല്ല ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതായത് ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അതിഭയങ്കരമായ ഒരു മടുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്താം, ഒന്നും ചെയ്യാം. അതായത് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിരന്തരമായിട്ട് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെയും നമ്മൾ നിർത്തണം, സുവിശേഷം പറയരുത്, വചനം പ്രസംഗിക്കരുത്, ധ്യാനം നടത്തരുത്, നമ്മൾ അല്ലാതെ ഒക്കെ അങ്ങനെ ജീവിച്ചോണം. അങ്ങനെ പിശാച് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഈ ടെസ്റ്റും കൊണ്ട് വരും. കർത്താവ് അത് അനുവദിച്ച് തരും നമ്മളെ വളർത്താൻ വേണ്ടി. അപ്പോൾ ഒരിക്കൽ മടുത്തിട്ട്, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വൈകിട്ട് ധ്യാനമുണ്ട്. എനിക്ക് ധ്യാനത്തിന് പോകാൻ ഒരു ഇഷ്ടമില്ല. ഞാൻ വിചാരിക്കണം, ഈ ധ്യാനമൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മര്യാദയ്ക്ക് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്. നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ചിന്ത വരുമെന്ന്. ഇവിടേക്ക് ശുശ്രൂഷകർക്ക് ചോദിച്ചാൽ അവരോട് പറയും. ഇവിടേക്ക് വരാനായിട്ടൊരു ചെറുപ്പക്കാരൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുകയാണ്, നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? നീ നിൻ്റെ ജീവിതം പാഴാക്കി കളയരുത്, നീ ധ്യാനം എന്ന് പറഞ്ഞ് നടക്കാതെ നീ വേറെ പണിക്കും പോകും. ആരും ഇങ്ങനെ പറയുകയാണ്. ഇത് പിശാചിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ അവൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സ് മടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മടുത്ത്, എനിക്കാണെങ്കിൽ വൈകിട്ട് ധ്യാനമുണ്ട്, എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ വേറൊരു അച്ഛനുണ്ട് ഹോസ്റ്റലിൽ കൂടെ താമസിക്കുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കെന്തോ എന്നെ പിശാച് പിടിച്ചിരിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അച്ഛൻ പോകണം. അച്ഛൻ പോകാൻ തയ്യാറായി. അച്ഛൻ ധ്യാനത്തിന് പോയി. 2-ാമത്തെ ദിവസമായപ്പോഴും ഇത് തന്നെ, ഈ പീഡ മാറുന്നില്ല, എനിക്ക് ധ്യാനത്തിന് പോകാൻ വയ്യ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്നും വയ്യ, അച്ഛൻ തന്നെ പോകണം. 3-ാമത്തെ ദിവസം ഇത് തന്നെ. അപ്പോൾ എനിക്കിത് മാറുന്നില്ല. അടുത്ത ദിവസം ധ്യാനമില്ല, പക്ഷേ എനിക്കിത് മാറുന്നേ ഇല്ല, ഭയങ്കര പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനലിൽ മഴ പോലെ ഒരു ഫോൺ കോൾ. എന്നോട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ടൂറ് പോവാണ്, അച്ഛൻ വരുന്നോ? എൻ്റെ മനസ്സിൽ വന്ന ഒരു ആഹ്ലാദം. ഞാൻ വിചാരിച്ചാണ് ഈശോയ്ക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ട്. കാരണം ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഇതാ ടൂറുമായി കർത്താവ് വന്നിരിക്കുകയാണ്. ഇത് കർത്താവ് അറേഞ്ച് ചെയ്ത ടൂർ പാക്കേജ് ആണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു 2-3 ദിവസത്തെ യാത്രയാണ്. അതിന് പോകാൻ വേണ്ടി അതായത് ഒരു ടൂറാണ്, അല്ലാതെ തീർത്ഥാടനമൊന്നുമല്ല, നല്ല നമ്മൾ തലകുത്തി മറിയാവുന്ന ഒരു ടൂർ, അതാണ്. അപ്പം ഞാനിങ്ങനെ അതിന് പോകാം അല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ടൂറൊക്കെ പോകാൻ നല്ലതാണ്, പക്ഷേ ഈ കർത്താവിനോടൊന്ന് ചോദിച്ചിട്ട് പോയാൽ മതി അച്ഛാ. എവിടുന്നാണ് അച്ഛാ ഒരു കെണി വരുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് കർത്താവിനോട് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എനിക്ക് നല്ല ആശയമല്ലേ ഇത്? കർത്താവിനോട് ചോദിക്കണം. നമ്മളെപ്പോഴും പറയുന്നൊരു സാധനമാണ് അത്. അതുകൊണ്ട് ഞാൻ രാവിലെ ബലിയർപ്പിച്ച സമയത്ത് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ പിക്നിക്കിന് പൊക്കോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു വിചാരം ഉണ്ടാവും, ഡാനിയേലച്ചനല്ലേ ചോദിച്ച ഉടനെ സ്വിച്ച് ഇട്ട പോലെ പോണ്ട. നിങ്ങളോട് പറയുന്നതിനേക്കാൾ സ്ലോ ആണ് എന്നോട് പറയുന്നത്. നിങ്ങളോട് കുറച്ചുകൂടെ സ്പീഡിൽ പറയുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതായത് നമ്മളൊരു 10,000 തവണ ചിലപ്പോൾ ഒരു കാര്യം ചോദിച്ചാലായിരിക്കും ഒരു പ്രകാശം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഒന്ന് വിളിച്ചാലൊന്നും ഓടി വരത്തില്ല, മെനക്കെട്ടിരിക്കണം. അത് ചിലർക്ക് വശമായെന്ന് 1-2 പേര് എനിക്ക് സന്ദേശം അയച്ചാൽ, അതായത് അച്ഛാ അത് വിളിച്ചാൽ വരും അച്ഛാ, അവർക്ക് വരുമായിരിക്കും, എനിക്ക് വരില്ല, പതുക്കെ വരൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മെനക്കെട്ടിരുന്നാലല്ലേ കർത്താവ് ചിലപ്പോൾ സംസാരിക്കും. നമ്മൾ വില കൊടുക്കണം. അപ്പം ഞാൻ രാവിലെ ഉടനെ കുർബാനയ്ക്ക് ഉടനെ ചോദിച്ചു, ഇതാ സംസാരിച്ചു, പൊക്കോടാ മോനെ, ഞാനല്ലേ ടൂർ അറേഞ്ച് ചെയ്ത്, ഇന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല, ഒരു ഉത്തരവില്ല. എന്നെ ആണെങ്കിൽ മറ്റേ ആൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുക. അച്ഛൻ പറയണം, അച്ഛനില്ലെങ്കിൽ വേറൊരാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വരുന്നതൊക്കെ സന്തോഷമാണ്. അച്ഛൻ കോളേജിൽ പോയി ഉച്ചയ്ക്ക് വന്നു. എൻ്റെ മുറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ചാപ്പലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചാപ്പലിൽ ഉച്ചയ്ക്ക് കയറി ഞാൻ ഇച്ചിരി നേരം ഇരുന്നു. കർത്താവേ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സത്യസന്ധമായിട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പൊക്കോട്ടെ. ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് തെളിയണ്ടേ, നമുക്കൊരു ഉള്ളിലൊരു കൺഫർമേഷൻ കിട്ടണ്ടേ, പൊക്കോ. അത് വരുന്നില്ല. വൈകിട്ടായി, മറ്റേ ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
സന്ധ്യയായി, രാത്രിയായി, ഒരു ഉത്തരവില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈശോയെ, ഞാൻ ആളുകളോടെല്ലാം പറയുന്നത് നീ വചനത്തിലൂടെ സംസാരിക്കുമെന്നാണ്. എനിക്കിതിനൊരു മറുപടി വേണം, എന്നോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് എന്നോട് നീ പറയണം, ഞാൻ ഈ പിക്നിക്കിന് ഇത് വല്ല സാത്താൻ കൊണ്ടുവന്ന കെണിയാണോ അതോ ഇത് നല്ല പിക്നിക്കാണോ നമുക്കറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കർത്താവെ നീ സംസാരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു. നിങ്ങളത് വായിക്കണമെന്നില്ല, അത് നിങ്ങൾക്ക് വായിക്കാൻ കൊള്ളാവുന്ന വചനമൊന്നും അല്ല. അത് എന്നോട് ദൈവം സംസാരിച്ചു. അത് ഞാൻ ആകെ തകർന്നു പോയി അത് സംസാരിച്ചപ്പോൾ. സംസാരം ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടുകൊള്ളുക. 2 മക്കവായർ 4:14. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. കേട്ടോണോ? അത് ആയില്ല, ഒന്നും വരുന്നില്ല. ആ ബോംബ് വരാൻ പോകുന്നേ ഉള്ളൂ. ചക്ര തളികയേറിന് സമയമായാലുടൻ, ഏതോ തളികയേറാന്നാണ് എന്തോ പരിപാടി, അതിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാനായി മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. ദൈവിക നിയമങ്ങളോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്ന് ഭാവി സംഭവങ്ങൾ തെളിയിക്കും. ഞാൻ ബൈബിൾ അടച്ചു, പിന്നിന്ന് വരെ പോയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആ കോണ്ടെക്സ്റ്റിൽ അപ്പോൾ ആ ആവശ്യവുമായിട്ട് നിൽക്കുന്ന എന്നോട് സംസാരിക്കുന്ന ആ വചനം, നിനക്ക് ധ്യാനത്തിന് താല്പര്യമില്ലാതായി, നിനക്ക് ആത്മീയ കാര്യത്തിന് താല്പര്യമില്ലാതായി, നീ പരിപാടിക്ക് വേണ്ടി ഓടാൻ നിൽക്കുകയാണ്, ഇത് നീ ചെയ്യുന്നത് കൊടിയാവത്താണെന്ന് വരുംകാല സംഭവങ്ങൾ തെളിയിക്കും. ഇതിനൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാനുണ്ടോ? ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ആ സമയത്ത് എന്നോട് സംസാരിക്കുന്ന ആ വചനത്തിന്റെ പേരാണ് എന്ത്? റേമ. ഞാൻ എന്തിനാ ഈ റേമയെ കുറിച്ച് പറയുന്നതെന്നറിയാം. മത്തായി 4:4 നിങ്ങൾ ശ്രദ്ധിച്ചോ, വചനം ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ് അല്ല, റേമ. അതായത് ഈശോ പറയാണ്, എന്നും നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പം തിന്നുന്നത് പോലെ തന്നെ വചനം തിന്നണം. ഓൺ എ ഡെയിലി റെഗുലർ ബേസിസ് we have to meditate, eat the word of God. ദൈവവചനത്തെ അനുദിനം ധ്യാനിക്കണം, എല്ലാ ദിവസവും ധ്യാനിക്കണം. അപ്പൊ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. ഒന്നാമത്തെ പരീക്ഷയെ, സാത്താന്റെ പരീക്ഷയെ കർത്താവ് നേരിടുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വില പറഞ്ഞുകൊണ്ടാണ്. അതായത് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്, ദൈവവചനം കൊണ്ടാണ്, വചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് കർത്താവ് പറയാം. രണ്ടാമത്തെ പരീക്ഷ 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഈശോയെ പിശാച് വിശുദ്ധ നഗരത്തിന്റെ മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അതിൻ്റെ അഗ്രസ്ഥാനത്ത് നിർത്തിയിട്ട് പറയുകയാണ്, വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാട്, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ച്, പിശാച് ബൈബിൾ കോട്ട് ചെയ്യാണ്. മനസ്സിലായോ? പിശാചും ബൈബിൾ കോട്ട് ചെയ്യും. അതുകൊണ്ട് ബൈബിൾ കോട്ട് ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് വിചാരിക്കരുത്. പിശാചും ബൈബിൾ കോട്ട് ചെയ്യും. ഏത് വചന കോട്ട് ചെയ്തെന്നറിയാമോ? സങ്കീർത്തനം 91-ാം സങ്കീർത്തനം 11-ഉം 12-ഉമാണ് പിശാച് കോട്ട് ചെയ്യുന്നത്. 91-ാം സങ്കീർത്തനം നമ്മൾ എന്നും ചൊല്ലുന്ന സങ്കീർത്തനം ഉണ്ടല്ലോ, അത്യുന്നതന്റെ അതാണ്. അത് പിശാച് കാണാതെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. കുറെ പിശാചുകൾ അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ പിശാച് ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ട് പിശാച് കോട്ട് ചെയ്യാണ്. പിശാച് പറയാണ്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്താണ്? നീ ചാടുമ്പോ അല്ലെങ്കിൽ നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ബൈബിളിൽ എഴുതിയിരിക്കല്ലേ. എന്താണ് ഇവിടുത്തെ പരീക്ഷണം എന്നറിയാമോ? ദൈവഹിതമല്ലാത്തത് ചെയ്തിട്ട് ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് പരീക്ഷ. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്തിട്ട് ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്തിട്ട് ദൈവത്തിന്റെ സഹായം തേടുക. ഉദാഹരണത്തിന് കള്ള് കച്ചവടം നടത്തുന്നു, ബാറിന്റെ ഫ്രണ്ടിൽ ഈശോയുടെ ഫോട്ടോ വെച്ച് തിരി എത്തിച്ച് എന്നും പ്രാർത്ഥിക്കുന്നു, നല്ല കച്ചവടം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിമ്പിൾ ഉദാഹരണം. ഇത് കർത്താവ് വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് കൊള്ളക്കാര് നോമ്പെടുത്ത് ഉപവസിച്ചിട്ട് കൊള്ളയ്ക്ക് പോന്നു. എങ്ങനെ ഇരിക്കും?
അത് തോന്നിയാസത്തിന് പോവാണ്. അന്നേരം പ്രാർത്ഥിക്കുകയാണ്, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് നല്ല ഭക്തിയിലായിട്ട് മാതാവെ കാത്തോണേ എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നിയാസത്തിന് പോവാണ്. എന്നിട്ട് പറയാണ്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരെ കാവൽ നിർത്തുമെന്ന്. ദൈവം അനുവദിക്കാത്തൊരു കാര്യം, ഉദാഹരണത്തിന് കർത്താവ് വിലക്കിയിട്ടുള്ള ഒരു കല്യാണം, ഒരു വിവാഹബന്ധം, അതിനുവേണ്ടി ഇങ്ങനെ അതിനുവേണ്ടി നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ പരീക്ഷണം. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ആഗ്രഹിക്കാത്തത്, ദൈവഹിതപ്രകാരമല്ലാത്തത് ചെയ്തിട്ട് അതിനുവേണ്ടി ദൈവത്തിന്റെ സഹായം ചോദിക്കുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സങ്കീർത്തനം 91, 11, 12 വാക്യങ്ങളാണ് സാത്താൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പശ്ചാത്തലത്തിലാണ് ആ വചനം പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വചനം കോട്ട് ചെയ്താൽ പ്രശ്നമാവും. അതായത് ഒരു പശ്ചാത്തലത്തിൽ പറയപ്പെട്ട വചനം അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞാൽ, അങ്ങനെയാണ് ഇന്ന് അനേകർ ബൈബിൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി കോട്ട് ചെയ്യുന്ന ഒരു വചനം ഞാൻ പറഞ്ഞുതരാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ദൈവം പറഞ്ഞു, നിങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, അല്ലേ? അപ്പോൾ വിഗ്രഹമൊന്നും ഉണ്ടാക്കരുത്. വിഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാനായിട്ട് പാടില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം കൽപ്പന തന്നപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അനേക ആളുകൾ ഈ വചനം കോട്ട് ചെയ്യുന്നുണ്ട്. ഈ വചനം കോട്ട് ചെയ്തിട്ട് ആളുകൾ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ വിഗ്രഹം, മാതാവിൻ്റെ വിഗ്രഹം, യൗസേപ്പ് പിതാവിൻ്റെ വിഗ്രഹം, ഇങ്ങനെ നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ നമ്മളെ വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന വചനം കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അതായത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിലാകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അപ്പൊ ഈ വചനം എടുത്തിട്ട് പറയാണ്, ഇതെല്ലാം വിഗ്രഹമല്ലേ? ഈ വിഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയാണ് എന്ന് ആ വചനം കൂട്ട് ചെയ്തിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് 20-ാം അധ്യായത്തിൽ കർത്താവ് ആ വചനം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം തന്നെ പറഞ്ഞു, നിങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടാക്കുമ്പോൾ മാലാഖമാരുടെ വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മേളിൽ വെക്കണം. ആ വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലാണ് മോശെ അഹ്റോനൊക്കെ സാഷ്ടാംഗം വീണ് കിടന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് 20-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ ദൈവം തന്നെ 25-ാം അധ്യായത്തിൽ നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞ് സംഖ്യയുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുകയാണ്, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തിയിട്ട് അതിനെ നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഈ വചനം മാത്രം എടുത്താൽ എന്താണ്, നിങ്ങൾ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ വചനം മാത്രം എടുത്താൽ നമ്മൾ ഈ പ്രതിമയെല്ലാം, ഈ രൂപമെല്ലാം വെച്ചിരിക്കുന്നത് തെറ്റാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ദേവാലയത്തിനകത്ത് മാലാഖമാരുടെ രൂപം ഉണ്ടാക്കി വെക്കണം. ദൈവമാണ് പറഞ്ഞത്. ആ വചനം വായിക്കാതെ അതുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാതെ ഒരെണ്ണം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രശ്നം വരും. ഈശോയോട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോയോട് സാത്താൻ പറയുകയാണ്, നീ ചാടിയാൽ നിനക്ക് പരിക്ക് പറ്റാതിരിക്കാൻ ദൈവദൂതന്മാര് നിന്നെ കാത്തോളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ പറയാണ്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്നൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതും കൂടെ ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് വചനം എവിടുന്നേലും ഒരെണ്ണം പറക്കിക്കൊണ്ട് വരരുത്, വേറെയും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അല്ലെങ്കിൽ വിശുദ്ധരെ ബഹുമാനിക്കുന്നത്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എവിടുന്നെങ്കിലും ഒരു വചനം പറക്കിക്കൊണ്ട് വരും. വേറെ വചനമുണ്ട്, എലീശായുടെ അസ്ഥികളുടെ മേൽ പതിക്കുമ്പോൾ ഒരുത്തൻ ചാടി എഴുന്നേറ്റ് പോകുന്നു. കാനാ നാട്ടിലേക്ക് പോകുമ്പോൾ ജോസഫിന്റെ അസ്ഥികൾ പൂജ്യമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോ വിശുദ്ധരുടെ അസ്ഥികളെ, വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ മാനിച്ചതിന് വേറെ വചനമുണ്ട്. അപ്പൊ അതുകൂടെ ഉണ്ട്. വ്യാഖ്യാനിക്കുമ്പോൾ എവിടുന്നേലും ഒരെണ്ണം മാത്രം പറക്കിക്കൊണ്ട് വരരുത്.
മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ കർത്താവ് അതിശക്തമായ ഒരു പ്രബോധനമാണ് തരുന്നത് എന്നുകൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. അതായത് ഈ 91 സങ്കീർത്തനത്തിൽ സത്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആ വചനം പരിചയമുള്ളതെന്ന് ഞാൻ വായിക്കുന്നില്ല. നീ അത്യുന്നതനിൽ ആശ്രയിച്ചു, നീ അത്യുന്നതനിൽ നിന്റെ വാസം ഉറപ്പിച്ചു, അതിനാൽ ഒരു തിന്മയും നിനക്ക് വരില്ല. നീ വഴിയെ നിനക്ക് തോന്നുന്ന പോലെ നിന്റെ ഇഷ്ടം ചെയ്ത് നിന്റെ താല്പര്യം അന്വേഷിച്ച് നീ നടന്നു, അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരുത്തില്ല എന്നല്ല. നീ കർത്താവിലാണ് ജീവിക്കുന്നതെങ്കിൽ, നീ കർത്താവിന്റെ വചനമാണ് പാലിക്കുന്നതെങ്കിൽ നിനക്കൊരു തിന്മയും വരില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തോട് സമീപിക്കില്ല, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചോളും. മനസ്സിലായാലും മേളത്തെ വായിക്കണം. ഒരുത്തൻ പറയാണ് ദൈവമില്ല. എവിടെ? ആ ബൈബിളിലുണ്ട് ദൈവമില്ല. ബാക്കി വായിക്കണോടാ. ദൈവമില്ല എന്ന് വിഡ്ഢി തന്റെ ഹൃദയത്തിൽ പറയുന്നത് നിനക്കുള്ള വചനാണത്. ദൈവമില്ല എന്ന് വിഡ്ഢി ബാക്കി വായിക്കടാ. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രലോഭനം. അതായത് ദൈവവചനത്തെ മിസ്കൂട്ട് ചെയ്യുന്നു, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലെടുത്ത് ദൈവവചനത്തെ പറയുന്നു. അതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് ദൈവത്തിന്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രലോഭനം. കർത്താവ് പറയാണ്, എഴുതപ്പെട്ടിട്ടുണ്ട്, ദൈവത്തെ പരീക്ഷിക്കുകയൂടെ ചെയ്യരുത്. മൂന്നാമത്തേത്, പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ പരീക്ഷണം നടന്നത് എവിടാണെന്നാണ് പറയുന്നത്? മരുഭൂമിയിൽ. അവിടെ വെച്ചാൽ കല്ലപ്പമാക്കാൻ പറയുന്നു. രണ്ടാമത്തെ പരീക്ഷണം നടക്കുന്നത് പള്ളിയുടെ മേളിൽ, ദേവാലയത്തിൽ, വിശുദ്ധ നഗരത്തിൽ, ജെറുസലേമിൽ. മൂന്നാമത്തേത് ഉയർന്ന മലയിൽ. എന്ന് പറഞ്ഞാൽ എവിടെയും പരീക്ഷിക്കപ്പെടാം. മരുഭൂമിയിൽ, നീ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. വിശുദ്ധ നഗരം, ഇഷ്ടം പോലെ ആളുകളുള്ള നിന്റെ മതാത്മക ജീവിതമാണ് വിശുദ്ധ നഗരം ജെറുസലേം. മല എന്ന് പറഞ്ഞാൽ നിനക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദവും, നീ ഭയങ്കര ടോപ്പ് ഓഫ് യുവർ ജോയ്, അങ്ങനെ നിൽക്കുന്ന സമയമാണ് ഈ ഉയർന്ന മല. ഏത് സാഹചര്യത്തിലും, വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം, ഭയങ്കര ഭക്തിയോടെ ഇരിക്കുന്ന സമയത്തും പരീക്ഷിക്കപ്പെടാം. മനസ്സിലായോ? ധ്യാനകേന്ദ്രത്തിന് അകത്ത് വെച്ചും ടെസ്റ്റ് ചെയ്യപ്പെടാം. അന്നേരമാണ് ഒരാൾ പറയുന്നത്, അങ്ങോട്ടൊന്ന് മാറിയിരിക്കാവോ? മാറിക്കട്ടെ, രാവിലെ ഞാൻ തുവാലയിട്ട് കസേര പിടിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പെടലിക്ക് കുത്തുമ്പോൾ അതാണ് പരീക്ഷ. അതുകൊണ്ട് പള്ളിക്കകത്താണെന്ന് വിചാരിച്ച് സേഫ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. പള്ളിക്കകത്താണ് പിശാച് കൂടുതലുള്ളത്, അല്ലേ? പള്ളിക്കകത്ത് ഞാൻ പറഞ്ഞ ആൾത്താര വിട്ടിട്ട് നിങ്ങളിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ദേവാലയത്തിനകത്താണ് ഇഷ്ടം പോലെ പരീക്ഷണം നടക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ഥലത്തും നമ്മൾ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് സാത്താൻ പറയുകയാണ്, എല്ലാ സാമ്രാജ്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം. എന്താണ് മൂന്നാമത്തെ പ്രലോഭനം? പറയുകയാണ്, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കേ. അപ്പോൾ ഇപ്പം നമുക്കിത് ഭയങ്കര സംഭവം കിട്ടും. അതായത് ഈ ഒരു 50,000 രൂപ കൈക്കൂലി കൊടുത്താൽ ഇത് നടക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാൽ മതി, ഇത് നടക്കും. ഇത് നടന്ന് കിട്ടണം. ഇപ്പോൾ ഒരു 50,000 രൂപ കൊടുക്ക്. ഒന്ന് ചെറുതായിട്ട് കണ്ണടച്ചാൽ അതിപ്പോൾ സാരമില്ല, നമ്മുടെ അമ്മാവൻ്റെ മോനല്ലേ, സാരമില്ല, അങ്ങ് കണ്ണടച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നേരം നമ്മൾ സാത്താനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പണം ഉണ്ടാവുമ്പോൾ സൂക്ഷിച്ചോണം. ഒത്തിരി പണവും വരുന്നത് സാത്താനെ കുമ്പിട്ടതിൻ്റെ കൂലിയായിട്ടാണ്. കുറേയേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചെറിയ 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 അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ കുറച്ച് സമ്പത്തുണ്ടാവും. ആ സമ്പത്തുണ്ടാവുമ്പോൾ ഓർത്തോണം, അനേക തവണ പിശാചിനെ കുമ്പിട്ട് ആരാധിച്ചതിൻ്റെ മിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഈശോ പറയുന്ന വചനമിതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, അവനെ മാത്രമേ നീ സേവിക്കാവൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്, ആരാധിക്കുക, സേവിക്കുക, ആരാധിക്കുക, സേവിക്കുക. ഇതിൻ്റെ പ്രൊപ്പോർഷനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ആരാധനയാണ്, രണ്ടാമത്തേതാണ് ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതാണ് ഒന്നാമത്തേത്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് രണ്ടാമത്തേത്. ദൈവത്തെ ആരാധിക്കാത്തവൻ്റെ ദൈവസേവനം ദൈവത്തിന് താല്പര്യമില്ല. കർത്താവിന് ഒന്നാം സ്ഥാനത്ത് നിർത്താത്തവൻ്റെ ദൈവസേവനത്തോട് കർത്താവിന് താല്പര്യമില്ല. അതാണ് ഈ വചനം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ. അങ്ങനെ ഈശോയുടെ മരുഭൂമിയിലെ 3 പ്രലോഭനങ്ങൾ. അതിനുശേഷം 12-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. വായിക്കാം 12-ാമത്തെ വാക്യം. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി.
അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. നസറത്തിൽ നിന്ന് വിട്ട് യേശു കഫർനാമിൽ പോയി താമസിക്കുകയാണ്. ഇപ്പോൾ ഈശോയ്ക്ക് കഫർനാമിൽ വീടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് വീടില്ല. ഒന്നിയിൽ ഈശോ ഒരു റെൻറ്റിന് ഒരു വീടെടുത്ത് താമസിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പത്രോസിൻ്റെ വീട്ടിൽ, അങ്ങനെ പറയുന്നവരുണ്ട്, പത്രോസിൻ്റെ വീട്ടിൽ ഈശോ താമസിച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയാൻ പാടില്ല, സ്വന്തം നാട്ടിൽ നിന്ന് മാറി കർത്താവ് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അതാണ് ഈ ടെംപ്റ്റേഷൻ കഴിയുമ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്നത്. നാട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയോടൊക്കെ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് മാറി താമസിക്കാൻ പോവാണ്. മാറി, അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. നസറത്ത് വിട്ടവൻ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ, 2 രാജാക്കന്മാർ 15:29 അസീറിയക്കാർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് BC 733 കേട്ടാൽ മതി, വലിയ കാര്യമൊന്നുമില്ല, കേട്ടാൽ മതി. ഇതിന് പശ്ചാത്തലമുണ്ട്, പഠിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. BC 733 അസീറിയക്കാർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കും. അസീറിയക്കാർ BC 733 ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. പിന്നീട് യൂദയ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരാണ് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ BC 733 അസീറിയൻ രാജാവ് വന്ന് നശിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് നശിപ്പിച്ച സ്ഥലങ്ങളാണ് ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ. അതായത് ഇസ്രായേൽ എന്ന ജനതയെ സാത്താൻ നശിപ്പിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് കർത്താവ് മിനിസ്ട്രി തുടങ്ങാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശത്രു രാജ്യം യുദ്ധം ആരംഭിച്ച സ്ഥലമാണിത്. ഇവിടം തൊട്ടാണ് നാശം തുടങ്ങുന്നത്, നശിപ്പിക്കാൻ തുടങ്ങുന്നത്. കർത്താവ് അവിടം തൊട്ടാണ് റെസ്റ്റോറേഷൻ തുടങ്ങുന്നത്. എവിടെ നാശം തുടങ്ങിയോ അവിടെ കർത്താവ് തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് കർത്താവ് തുടങ്ങുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എവിടെയാണോ തകർക്കപ്പെട്ടത് അവിടെ കർത്താവ് തുടങ്ങും. നശിച്ച് കിടക്കുന്നിടത്തു നിന്ന് കർത്താവ് ആ റിന്യൂവൽ ആരംഭിക്കും. രണ്ടാമത്തേത്, യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവൻ പോയി അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചത്. അതായത് യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം. യേശു നസറത്തിൽ നിന്ന്, അത്രയും നാൾ ജനിച്ചു വളർന്ന ജന്മനാടായ നസറത്തിൽ നിന്ന് 30 വർഷം ജീവിച്ച സ്ഥലത്തു നിന്ന് കർത്താവ് ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ താമസിക്കേണ്ട, കഫർനാമിൽ ചെന്ന് താമസിക്കാം. അപ്പോൾ സ്ഥലം മാറി വേറൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കുന്നത് പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തേന്ന് പറയുന്നതെന്നറിയാമോ? തോന്നലനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഒരാള് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരണമെങ്കിൽ അയാൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിയാലേ പറ്റൂ. ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തെ അത് സംഭവിക്കൂ. എല്ലാവരും കാനഡയ്ക്ക് പോന്നു, എന്നാൽ ഞാനും പോകാം കാനഡയ്ക്ക്. അങ്ങനെ നശിച്ച അനേകം കാനഡക്കാരുണ്ട്. എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോന്നു, എന്നാൽ ഞാനും പൊക്കളയാം. അങ്ങനെ വിദേശത്ത് പോയ ആളുകളുണ്ട്. കർത്താവിന് മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ആലോചന ചോദിക്കണം. അതായത് ഞാൻ ഏത് സ്ഥലത്താണ് താമസിക്കേണ്ടത്? ഞാൻ എവിടെയാണ് ജീവിതം രൂപപ്പെടുത്തേണ്ടത്? എൻ്റെ ദേശം എവിടാണ്? കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലം ഏതാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിൻ്റെ അനുഗ്രഹത്തിന് ഒരു സ്ഥലമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു സമയമുണ്ട്. അപ്പം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? അത് എപ്പോഴും ജാഗ്രത പുലർത്തണം. ഇവിടെ ഈശോ പറയുകയാണ്, 30 വയസ്സ് കഴിഞ്ഞാൽ നസറത്തിലല്ല ഇനി മിനിസ്ട്രി, കഫർനാമിലാണ് മിനിസ്ട്രി. അതുകൊണ്ട് കർത്താവ് ഷിഫ്റ്റ് ചെയ്ത് പോയി താമസിക്കേണ്ടത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളതാണ് എന്നിവിടെ മത്തായി ശ്ലീഹ പറയുകയാണ്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, ഞാൻ പ്രശാന്തമായി
കിടന്നുറങ്ങും. എനിക്കു നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കുത്തരമരുളേണമേ. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും.